മാന്യ പ്രേക്ഷകരെ, ന്യൂസ് കഫേ ലൈവിലേക്ക് വീണ്ടും വീണ്ടും സ്നേഹസ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള ചണ്ടാള ബാബാജി, അതുപോലെ രാമസിംഹൻജി, ഇനി വരാനിരിക്കുന്ന VR രാജശേഖർജി, മൂന്ന് വിശിഷ്ട അതിഥികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബാബാജി, ആദ്യം തന്നെ ബാബാജിയിലേക്ക് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത്. കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുഴു, ഉണ്ട എന്നൊക്കെ കേൾക്കാത്ത ഒരുപാട് പേരുകളൊക്കെ അങ്ങോട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, പല സിനിമകളുടെ പേരുകളും. നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് വന്നു പോയിട്ടുള്ള സിനിമയാണെങ്കിൽ പോലും ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയും ഈ സിനിമയ്ക്കുള്ളിലുള്ള കഥാതന്തുവും ഒക്കെ വൈറലായി ആ വിഷയം രാജ്യദ്രോഹപരമായുള്ള വിഷയങ്ങൾ പോലും ആയി സംസാര രീതിയിലേക്ക് വരുന്ന ആ ആനുകാലിക സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ചർച്ച വെക്കുന്നതെങ്കിലും ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധത സിനിമകളിലൂടെ പ്രചരിപ്പിക്കുക എന്നത്. അത് കൃത്യമായിട്ടും അതിന് പിറകിലുള്ള വലിയൊരു ഗൂഢാലോചന, അതല്ലെങ്കിൽ അജണ്ട ഉണ്ട് എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയായിട്ടുള്ള ഒരു വനിത, ആ വനിതയുടെ ഭർത്താവ് കൃത്യമായിട്ടും ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തിട്ടുള്ള ആ ഒരു അഭിമുഖത്തിലൂടെയാണ് ഇത് ലോകം അറിഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ ഹിന്ദു വിരുദ്ധത, ക്രൈസ്തവ വിരുദ്ധത എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം 1921 എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാക്കാനാവും 1921 നടന്ന വർഗീയ ലഹള, ഭീകര ലഹള, അതിനെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് മമ്മൂട്ടിയെ നായകനാക്കി കൊണ്ടുവന്ന സിനിമ. അതിനുശേഷം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ പല സിനിമ നടന്മാരെ, മഹാനടന്മാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നടന്മാരെ വെച്ചുകൊണ്ട് തന്നെ പല സംഭവ വികാസങ്ങളും വെളുപ്പിച്ചെടുക്കുന്ന, അതല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത, ക്രൈസ്തവ വിരുദ്ധതയൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവ വികാസങ്ങളും. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ബാബാജിയുടെ ആ ഒരു കാഴ്ചപ്പാട് വരുന്നത്? നമ്മള് ഈ ഒരു വിഷയം ശ്രദ്ധയിൽ വരുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ തന്നെയാണ്. പ്രത്യേകിച്ച് ബൈജുജിൻ്റെയൊക്കെ ചാനലിൽ വന്ന വാർത്തയാണ് ആദ്യമായിട്ട് ശ്രദ്ധയിൽ വരുന്നത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കാണുന്നതും തന്നെ ഇത്തരം പല വാർത്തകൾ, പല കോണുകളിൽ നിന്ന് വാർത്ത വന്നു. അപ്പോഴാണ് അങ്ങയുടെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ഓൺലൈൻ ചാനലിലാണ് ഇത് ആദ്യമായിട്ട് പുറത്തു വിടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങയുടെ ആ ഒരു വാക്കുകൾ കേട്ടതിന് ഭാഗമായിട്ട് ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ആ ചാനലിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ ആ ഒരു സംവിധായികയായിരിക്കുന്ന വ്യക്തിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വനിദേഹം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. നമുക്ക് വലിയ വിഷമവും അതുപോലെ തന്നെയൊക്കെ തോന്നിയത് എന്താന്ന് വെച്ചാൽ EVM ഒരു നമ്മളുടെ വോട്ടിംഗ് മെഷീനിലുള്ള തട്ടിപ്പിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന അങ്ങനെയാണ് അത് പിന്നീട് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയമല്ല പറയുന്നെങ്കിലും അതിൻ്റെ വക്താവല്ല നമ്മൾ ഒരു പക്ഷം ചേരുന്നില്ല. എന്നാൽ പോലും അത്തരത്തിലൊരു കാര്യം തെളിയിക്കപ്പെട്ടൊന്നും നമ്മളാരും എവിടെയും മാധ്യമത്തിലൂടെയൊന്നും അറിഞ്ഞിട്ടില്ല. ഉണ്ടോ നമുക്കറിയില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഈ സർക്കാർ എങ്ങനെ നിലനിൽക്കും, കേന്ദ്ര സർക്കാർ എങ്ങനെ ഇതുവരെ നിലനിന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അപ്പൊ അത്ര തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം അതിനെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് അദ്ദേഹം സിനിമയെ കുറിച്ചൊക്കെ പറയുന്നത്. സിനിമയെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നതും ഈ രാഷ്ട്രീയ നിലപാടെടുത്തു വരുന്ന സിനിമകൾക്ക് ഈ കേരളത്തിലെ സർക്കാർ സംവിധാനം പോലും പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ള, രാഷ്ട്രീയം നോക്കി കൊടുക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ, നമ്മൾ സിനിമ അതുപോലെ തന്നെ കലാരൂപങ്ങൾ, അപ്പോൾ നമ്മളൊക്കെ ഒരു പഠിക്കുന്ന കാലത്തൊക്കെ കലാമേഖല കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് കാലമായിട്ടുള്ളതൊന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കല എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അതിലൊരിക്കലും രാഷ്ട്രീയമോ ജാതിയോ ലിംഗമോ അല്ലെങ്കിൽ മതമോ ഒന്നും കലർത്തിക്കൊണ്ട് അതിനൊരു വികലമാക്കി തീർക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഒരു പ്രത്യേക ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട്, രാഷ്ട്രീയവും മതപരവും ഒക്കെ ആയിട്ടുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്നും, അതിനിവിടുത്തെ സർക്കാരുകൾ അല്ലെങ്കിൽ ഇവിടെ മാറി സർക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സർക്കാരായിരിക്കും, അവരെന്തായാലും ഇവർ താക്കിയത് ഇവര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ സിനിമയെ കുറിച്ചൊക്കെ പറയുന്നത്, പുഴുവിനെ കുറിച്ചും ഉണ്ടയെ കുറിച്ചൊക്കെ. അപ്പോ ഇതില് ആ ഒരു എന്താ പറയാ, ഉണ്ടയുടെ ഭാഗമായിട്ടാ തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഈ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള മിഷനിലുള്ള എന്തൊക്കെ പരിപാടി കാണിച്ച കാര്യമൊക്കെ അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ സിനിമ നമ്മളും കണ്ടു കഴിഞ്ഞാണ്, ഉണ്ട സിനിമ നമ്മളും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ എവിടെയാണ് ഇത് നല്ല ചെറിയ അതുകൊണ്ട് നക്സലുകളുടെ ഒക്കെ കാര്യമാണ് പറയുന്നത്. പിന്നെ കൂടെ പുഴു എന്ന സിനിമയാണ് ശരി, അത് ശരിക്കും ഒരു അതിന്റെ കണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടേതായ ഭാഗവതത്തിലുള്ള ഒരു കഥ തന്നെയാണ്. എന്താ പരീക്ഷത്ത് മഹാരാജാവും തക്ഷകൻ ദംശിക്കുന്നതായിട്ട് ഒക്കെ ഒരു കഥയുടെ ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന രീതി,
അത് സത്യത്തിൽ ഒരു ടാർഗറ്റ് ചെയ്തിട്ടോ ചെയ്തതാണ് എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കിലൂടെ പറയുമ്പോൾ നമുക്ക് അവിടെയാണ് ഈ വിഷമങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മളൊക്കെ സിനിമയൊക്കെ നോക്കി കാണുന്നത് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണോ, ഫഹൽ ഫാസിദ് ആണോ, ദുൽഖർ ആണോ, മോഹൻലാൽ ആണോ, സുരേഷ് ഗോപി ആണോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ആരും സിനിമ കാണുന്നത്. ആ കലയോടുള്ള താല്പര്യവും പിന്നെ എന്തെങ്കിലും ഒരു ആസ്വാദനം കുടുംബവുമായിട്ടൊക്കെ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന സംവിധായകൻ രാമസിംഹൻജി ആണെന്ന് ശരി, ഇദ്ദേഹത്തിന്റെ ഒന്നും മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹത്തിന്റെ ആ കല എന്താണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ആവിഷ്കാരമാണ് നമ്മൾ നോക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അപ്പൊ അവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന എന്താണ്, അത് കൃത്യമായിട്ട് മമ്മൂട്ടിയുടെ ഒക്കെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ മഹാനടന്റെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം നമ്മൾ ഈ മഹാനടനെ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ട്. നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു മതത്തിന്റെ ഒന്നും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കുടുംബത്തിന്റെ പോലും അല്ല, നമ്മുടെയൊക്കെ ഒരു പൊതു സ്വത്ത് പോലെയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. കുട്ടിക്കാലം തൊട്ടിട്ടേ നമ്മളുടെ കുട്ടികൾ പോലും അദ്ദേഹത്തെ മമ്മൂട്ടി, മമ്മൂക്ക എന്നൊക്കെ വിളിക്കുമ്പോൾ അത്രയും പ്രായം ഉണ്ടാകുമ്പോഴും ആ ഒരു ആദരവും ബഹുമാനവും കൊടുത്തു പോകുമ്പോൾ ഇദ്ദേഹം ഇത് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പിന്നീട് കാണുന്ന സാമൂഹ്യ മാധ്യമത്തിൽ നിരന്തരം ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം കല എന്ന് പറഞ്ഞൊരു കാര്യത്തെ രാഷ്ട്രീയപരമായി താല്പര്യപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനവും അതിലൂടെ മതം കലർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഈ നാട്ടിൽ മലയാള മണ്ണിൽ പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും വർത്തിക്കുന്ന വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണോ ഈ പറഞ്ഞ വ്യക്തിയുടെ പരാമർശം എന്നുള്ളത് നമുക്ക് ആശങ്കയുണ്ട്. കാരണം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു വ്യക്തിയെ കൃത്യമായി പേര് ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഒരു കുറിപ്പ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ സംസാരിക്കുന്ന വ്യക്തി കൃത്യമായി ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു മുസ്ലിം സംഘടനയുടെയൊക്കെ പ്രവർത്തകനായിരുന്നു, പ്രത്യേകിച്ച് സിമി പോലെയുള്ള സംഘടനയുടെയൊക്കെ പ്രവർത്തകനായിരുന്നു. എന്നിട്ട് അതിനുശേഷമാണ് ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ, മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപി ആരുമാകട്ടെ, അവരെ പോലുള്ള ഇത്തരത്തിലുള്ള നല്ല മുഖ്യധാരാ നടന്മാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാം പൊതുസ്വത്തായിരിക്കുന്ന ആളുകൾ എല്ലാം സെലക്റ്റീവായിട്ട് ഒക്കെ തിരഞ്ഞെടുത്ത് അഭിനയിക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കിക്കൊണ്ട് ഇത് ചെയ്യേണ്ടതായിരുന്നു. കാരണം അവിടെ ഇവരെയൊക്കെ ഈ ഒരു വിഷയം ഇവരെയൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ അഭിനയിച്ച് ഈ പറഞ്ഞ വ്യക്തിയുടെ താല്പര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ആ ഇന്നലകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഭാഗമായിട്ടൊരു സിനിമ കൂടി ചെയ്യുമ്പോൾ അതിൽ മമ്മൂട്ടിയെ പോലെയുള്ള വ്യക്തികളൊക്കെ അഭിനയിക്കുമ്പോൾ അതിനെതിരെ സമൂഹത്തിൽ ചില എന്താ പറയാ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അവിടെയാണ് നമ്മളുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റൊരു സൈഡിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതെന്തോ ഒരു BJP-യുടെയോ സംഘപരിവാറിന്റെയോ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെയൊക്കെ ഒരു നിലപാടാണ്. ഇപ്പൊ നമ്മൾ പോലും പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒന്നും ഭാഗമല്ലെന്ന് മാറി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നിരുന്നാൽ പോലും അതിനൊരു ചാപ്പ കുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിന് കമന്റ് ഒന്നും കാണില്ല, അങ്ങേക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ഇത് പറയുമ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ ആദരണീയനായ മമ്മൂട്ടി ആവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമയിലുള്ള മതമാകട്ടെ അല്ലെങ്കിൽ ഇതിലൂടെ കാണിക്കുന്ന ജാതീയത, അപ്പൊ പുഴു എന്ന സിനിമയിൽ കൃത്യമായിട്ട് ജാതി വ്യവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ മതമില്ല എന്നോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽ ചെറിയ ജാതീയ അസ്വാരസ്യങ്ങൾ ഇല്ല എന്നോ നമ്മൾ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റായ ഒരു സന്ദേശം തന്നെ ലോകത്തിൽ കൊടുക്കുന്നത്. അപ്പൊ പക്ഷെ ഇതെന്തോ സംഘപരിവാറിന്റെയാണ് അല്ലെങ്കിൽ ഏതൊരു ജാതി വിഭാഗം മാത്രം ബ്രാഹ്മണർ മാത്രം കൊണ്ടു നടക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശം നടത്തിക്കൊണ്ട് അതിനെ മാത്രം വികലമായി കൊണ്ട് അതിനെ കൂടുതൽ ഈ ഹൈന്ദവ സമൂഹത്തിനെ കൂടുതൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കണ്ടന്റുകളെ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിക്ക് മറ്റൊരു രാഷ്ട്രീയ അജണ്ട കൂടി അല്ലെങ്കിൽ മതപരമായ അജണ്ട കൂടി ഉണ്ടാകുന്ന നേരത്തെ അദ്ദേഹം ആ പറഞ്ഞ വാക്കിൽ നിന്നാണ് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ അതുപോലെ തന്നെയുള്ള ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഈ നമ്മുടെ ഈ സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാകുന്നത്. അതിനും ഭാഗമായിട്ട് അവരത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നടനുമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്നേഹത്തോടു കൂടി ഇപ്പം ഈ നടൻ ഇങ്ങനെ ചെയ്തുവോ, നമ്മുടെ അച്ഛൻ ചെയ്താൽ പോലും നമുക്ക് തോന്നില്ലേ, നമ്മുടെ മക്കൾ ചെയ്താൽ നമുക്ക് തോന്നില്ലേ, ആ ഒരു തോന്നല് പോലെ ഇദ്ദേഹം ഇത് ചെയ്തുവോ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ സ്നേഹിച്ചത് വെറുതെ ആയി പോയില്ലേ, ഞങ്ങൾ ഹൈന്ദവരെ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ പറയുന്ന ആളുകൾ സംഘികളാണെന്നും അല്ലെങ്കിൽ ഒരു സ്വയം ഈ സംഘപരിവാറിന്റെ ആളുകളാണെന്നും BJP-യുടെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു തെറ്റായ സൈഡിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി പറയുന്നവനെ എന്താ പറയാ ഈ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന പോലത്തെ മിണ്ടണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുന്നൊരിതുണ്ട്. അതിന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചില ആളുകളും ചില ആശയങ്ങളും ഒക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ആ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരാരും തന്നെ ഇപ്പൊ നമുക്കറിയാം മോഹൻലാലിനെ പോലെ ഒരു നടൻ അദ്ദേഹം ഒരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് സംഘപരിവാർ സംഘടനയുടെ ഭാഗമാണെന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൃത്യമായി രാഷ്ട്രീയം പറയുമ്പോൾ ഒരു മനുഷ്യ സ്നേഹിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവഹേളിക്കാൻ ഇവരെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ രാഷ്ട്രത്തിന് തന്നെ വിപത്തുണ്ടാക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി
വ്യക്തി ഒരു സിനിമ എടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകൾ സിനിമ എടുത്ത് അദ്ദേഹം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ജാതീയവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് തുറന്നു പറയുന്ന ആളുകളെ മിണ്ടാതിരിക്കാൻ വേണ്ടി അവരെ ഒരു എന്താ പറയാ ഗൂഢമായിട്ടൊരു ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ചില വാർത്തകൾ കെട്ടിച്ചമച്ച് വരും ഒരു നിശബ്ദരാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഇപ്പൊ നമുക്ക് പോലും ഇവിടെ മഹാനടനെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ നമുക്ക് വിഷമമുണ്ട്. എന്താ വെച്ചാൽ പറയാൻ കഴിയാത്തതിന് കാരണം നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു മതത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, നമ്മുടെ എല്ലാമാണ് മഹാനായ നടൻ മമ്മൂട്ടി. അപ്പൊ അദ്ദേഹം സത്യത്തിൽ ഇത്തരത്തിലൊരു പരാമർശവും ഇത്തരത്തിലൊരു ആളുകളുടെ ഒരു ആശങ്കയുമുള്ള സ്ഥിതിക്ക് ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പൊ നമ്മൾ ആരും തന്നെ ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തതല്ല. ഒരു വ്യക്തി പറഞ്ഞതും അതിന്റെ വീഡിയോ ടെലികാസ്റ്റിംഗ് വന്നതും ആളുകൾ കണ്ടതും ഈ നടനും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. കാരണം ഇതെന്താണ്, അല്ല തെറ്റാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം അതിനെ നിഷേധിക്കണം, ഈ സമയം കൊണ്ട് നിഷേധിക്കണം, ഇനി നിഷേധിക്കാം. അതല്ല ശരിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പോലെ നമുക്കൊക്കെ വിഷമം തന്നെയാണ്, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതല്ല ഇത് പറയുന്നവര് പറഞ്ഞോട്ടെ, അതിനൊന്നും മറുപടി പറയാൻ നമുക്ക് നേരമില്ല എന്ന് ആ നടൻ കരുതുന്നു എങ്കിൽ ആ നടനല്ല ഏത് നടനാണെങ്കിലും ശരി, അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹം അങ്ങനെ ഒരു സ്വന്തം ഒരു പെട്ടിക്കട എടുത്ത് നടക്കുന്ന ആളല്ല. എല്ലാ സമൂഹത്തിന്റെയും സഹകരണത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ അദ്ദേഹം വാർത്തെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പറഞ്ഞു ജീവശ്വാസം പോലെയാണ് അദ്ദേഹത്തിന്റെ സിനിമ എന്നുള്ളത്. അപ്പോ അവിടെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേരെയല്ല, ചൂണ്ടിക്കാണിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്താൻ മതസൗഹാർദ്ദവും മതേതരത്വവുമാണ് അദ്ദേഹത്തിന്റെ അജണ്ട. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ജനതയുടെ ആശങ്കയെ മാറ്റേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ്, അദ്ദേഹം വ്യക്തമാക്കണം. അതല്ല ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇദ്ദേഹത്തെ കുറിച്ചിട്ടോ ഈ സിനിമയെ കുറിച്ചിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വ്യക്തി, അതിന്റെ പേര് നമുക്ക് അറിയില്ല, ആ സംവിധായകയുടെ ഭർത്താവ്, ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് വലിയൊരു ഒരു ഭീകരവാദ പ്രവർത്തനവുമാണ്, രാഷ്ട്രത്തിലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു 150A ഒക്കെ ആയിട്ടാണ് സെക്ഷൻ വരുന്നത് തോന്നുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ സ്റ്റേറ്റ് തന്നെ സത്യത്തിൽ ഇതിനെതിരെ നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ ആശങ്ക. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് ചോദ്യം എത്രയായിരുന്നു, ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വിഷയത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു നടന്റെ കൂടി അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. അല്ലാതെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു സിനിമയിലായാലും പുഴു എന്ന സിനിമയിലായാലും ഒരു ഹിന്ദുവിനെ അങ്ങനെ ഒരു രീതിയിൽ ആക്കേണ്ട ജാതി വ്യവസ്ഥയിലുള്ള പോരായ്മകൾ ഇല്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുന്നിയും ഷിയും തമ്മിൽ തല്ലുന്നുണ്ടല്ലോ. എന്താ ഇവർക്കൊക്കെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കൊല്ലുന്നില്ലേ? എന്താ അതിന്റെ ഒരു സിനിമ വരാത്തത്? എന്താ അതിന്റെ സിനിമ? അതിനെ കുറിച്ചൊന്ന് സംസാരിക്കുമ്പോൾ രാമസിംഹൻജിയൊക്കെ ഇപ്പൊ പുഴ മുതൽ പുഴ വരെയൊക്കെ പറയുന്നത്, അത് പറയുമ്പോഴത്തിനും മറ്റൊരു രീതിയിൽ ചാടി വീഴാണ്. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ, അല്ലെങ്കിൽ കേരള സ്റ്റോറി വന്ന സമയത്ത് അത് പറയാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നു. എന്നാലോ എവിടെങ്കിലും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ജാതി കാണിക്കുമ്പോൾ അത് ബ്രാഹ്മണിസമാണ്, അത് ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പിന്നെ തെറ്റിക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു അജണ്ട എന്ന് വ്യക്തമാണ്. കാതൽ എന്ന സിനിമ വന്ന സമയത്ത് നമുക്കൊരു മുസ്ലിം മതസ്ഥനായിട്ട് കൊണ്ട് ആ സിനിമ എടുക്കാൻ പറ്റും. അവിടെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ആ സിനിമ എടുക്കാം. പക്ഷെ അങ്ങനെയല്ല പോയത്. ഇപ്പൊ ഏതെങ്കിലും ഒരാൾ മദ്രസ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു സിനിമ വരട്ടെ, അപ്പോൾ അറിയാം. ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ 51 എന്ന് പറഞ്ഞിട്ട് സാധാരണ ലോക്കൽ സിനിമ വന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ആ സിനിമ. വളരെ ലോക്കൽ സിനിമയാണ്, എല്ലാം കൊണ്ടും ലോക്കലാണ്. ആ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരു തിയേറ്ററിൽ പോലും അനുവദിക്കാതിരുന്ന ആളുകളാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത്. നമ്മൾ വീണ്ടും പറഞ്ഞു, നമ്മളിത് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പക്ഷം ചേരാന്ന് പറയും. രാഷ്ട്രീയത്തിന്റെ പക്ഷമല്ല, യാഥാർത്ഥ്യത്തിന്റെ പക്ഷം ചേർന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ഇവർ ആവിഷ്കാരം പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നുമല്ല, അതെന്തോ ഒറ്റപ്പെടുത്തുക. എന്നാൽ നമ്മൾ സത്യമായ കാര്യമാണ്. ഈ കേരള സ്റ്റോറി വന്നപ്പോൾ ആകെ പ്രശ്നമുണ്ടാക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പ്രശ്നമുണ്ടാക്കി. എന്നാൽ കേരള സ്റ്റോറിയിൽ പറഞ്ഞ വിഷയം, കേരള സ്റ്റോറി എന്ന് പേരിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിലൊരു കഥയല്ലേ? അപ്പൊ കേരളത്തിൽ അങ്ങനെ കഥയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിമിഷ ഫാത്തിമമാരും മറ്റുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായി എന്നും ഇപ്പോഴും ഒരു പെൺകുട്ടി അവിടെ ജയിലിൽ കിടക്കുന്നത് എങ്ങനെയാണ്, ആ കുട്ടിയുടെ അമ്മ കാണാൻ ആഗ്രഹിക്കുന്നു ഒക്കെ ഇവിടെ ചർച്ചാ വിഷയം. 34 കോടി രൂപയും ഒക്കെ പിരിക്കുന്ന ആളുകൾ ഇത് കൂടി ഒന്ന് വിചാരം ചെയ്യണം. ഇങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് പറയരുത്. അത് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ്, മുസ്ലിങ്ങളെ ആക്രമിക്കണം. ഇവിടെ മുസ്ലിങ്ങളെ ആരും ആക്രമിക്കുന്നില്ല, മുസ്ലിങ്ങളൊന്നും പറയുന്നില്ല. തീവ്രവാദത്തെ ISIS-നെയും അതുപോലെയുള്ള താലിബാനിസ്റ്റുകളെയും നമ്മൾ പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ പറയുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും മുസ്ലിങ്ങളോട് ബന്ധമില്ലാത്ത ആൾക്കാരാന്ന് പറയണം. നമ്മൾ ഉടുക്കുന്നതും ഉണ്ണുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പരസ്പരം ചേർന്നിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ തീവ്രവാദത്തെ പറയുമ്പോൾ ഇങ്ങനെ പക്ഷം ചേർന്നുകൊണ്ട് പറയുന്നവനെ നിശബ്ദരാക്കുന്ന ഈ പ്രക്രിയക്ക് എതിരെ
ഒരു മുന്നേറ്റം ആവശ്യമുണ്ട്, തുറന്നു പറയുക തന്നെ വേണം. ഇപ്പൊ നക്സലുകളെ ആയാലും ശരി, നക്സലുകളുടെ പേരിൽ ചില സാധുക്കളെ ഒന്നും കൊല്ലുന്നില്ല അഭിപ്രായം നമുക്കില്ല. കാരണം അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അല്ലാണ്ടാവും. കൃത്യമായി ചില ആളുകളുടെ ചില പ്രദേശങ്ങളിലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ചില ഓഫീസർമാരുടെ താല്പര്യമോ ചില സാധുക്കളെയൊക്കെ എല്ലാവരും എല്ലായ്പ്പോഴും ഉപദ്രവിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, അത് സത്യം തന്നെയാണ്. എന്നാൽ അത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇതിന് വെള്ളപൂശുകയാണ്. ഈ രാഷ്ട്രത്തിന്റെ അകത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ വെള്ളപൂശുകയാണ്. അപ്പൊ ആ രീതിയിൽ സിനിമ പിടിക്കുമ്പോഴൊക്കെ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദലിതുകളെയും ആദിവാസികളെയൊക്കെയാണ് നക്സൽ എന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നക്സലുകൾക്ക് ഒരു വളം വെച്ചു കൊടുക്കുകയാണ്. നക്സലുകൾ ഉണ്ടാകട്ടെ, രാഷ്ട്രീയത്തിന്റെ അകത്ത് തന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ വിഘടന പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ജനങ്ങളുടെ ബുദ്ധി അങ്ങോട്ട് കൊണ്ടുപോകും. അതിനെ സ്വാധീനിക്കാൻ സിനിമകൾക്കാകും. അതുകൊണ്ട് സിനിമകൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലതും ചീത്തയാണെന്നും പറയാൻ നമുക്കാകണം. അത് ആകണമെങ്കിൽ അങ്ങേപ്പോൾ ആൾക്കാർ ഈ ചർച്ച വെക്കണം. ഇപ്പൊ ദിലീപിന്റെ ഒരു സിനിമ വന്നപ്പോൾ നമ്മൾ അതുകൂടി പണ്ട് നമ്മൾ നിർത്താം. ദിലീപിന്റെ ഒരു സിനിമ വന്ന നേരത്തെ ഇപ്പൊ അടുത്താണ് അദ്ദേഹത്തിന്റെ ഒരു പവി കെയർടേക്കർ എന്നൊരു സിനിമ. അപ്പൊ ആ സിനിമ വന്ന സമയത്ത് നമ്മൾ ആ സിനിമ കാണാൻ പോവുകയുണ്ടായി. തിയേറ്ററിൽ തന്നെയാണ് പോയിട്ട് കണ്ടത്. വേറൊന്നും അല്ലാന്ന്, ഇവിടുത്തെ ഒരു മാധ്യമം, ഒരു മുഖ്യധാരാ മാധ്യമം, ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാർത്താ ചാനലാണ്. ആ ചാനൽ അവർ 2-3 ആൾക്കാർ പണ്ട് ഈ പെട്ടിക്കടയിൽ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ ചില 3-4 വീടുകൾ ഒന്നിച്ചുകൂടിയ പെൺകുട്ടികളോ സ്ത്രീകളൊക്കെ ഒന്നിച്ചുകൂടി തലയിൽ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട്. ഇതുപോലെ 2-3 പേര് കൂടി ഇരുന്നിട്ട് ദിലീപ് എന്ന നടനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ കോമഡി വർക്കൗട്ട് ആവില്ല, ദിലീപ് ഒക്കെ ഔട്ടായി പോയി, അയാളെ സിനിമ തല്ലിപ്പൊളിയാണ്, പവി എന്ന് പറഞ്ഞ സിനിമ ആരും കാണേണ്ട ആവശ്യമില്ല, ഇവരങ്ങോട്ട് വിധി എഴുതി വിടുകയാണ്. എന്നാൽ ഇവര് തന്നെ മമ്മൂട്ടിയുടെ സിനിമ വന്നപ്പോൾ ഇതിന് നേരെ പോസിറ്റീവ് വേറെ രീതിയിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പൊ നമുക്ക് ആശങ്ക, ഇത് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയി കണ്ടപ്പോ നമുക്ക് സിനിമയിൽ കഥയൊന്നും നമുക്കൊന്നും തോന്നിയില്ല. എന്നിരുന്നാൽ പോലും ഒരു സിനിമ ആസ്വാദനമാണെങ്കിൽ ആ സിനിമ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് ആ സിനിമ കാണാനുള്ളത്. അപ്പൊ ആ സിനിമ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുകയാണ്, ദിലീപിന്റേതായിരിക്കുന്ന കോമഡിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്നാൽ അത് ചിരിക്കാനോ ദിലീപിന്റെ കോമഡി ഒന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയം, ഇവരുദ്ദേശിക്കുന്ന മതവും അതൊരു കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണ് നമ്മളൊക്കെ പറയുമ്പോൾ, അല്ല പറയുന്നവൻ തീവ്രവാദിയാവണം, മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് നമ്മുടെ വായടപ്പിക്കാനാണെങ്കിൽ നമ്മളെപ്പോഴും വായടപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വായടയ്ക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്, പ്രതികരിച്ചില്ലെങ്കിലും പ്രതിരോധിച്ചില്ലെങ്കിലും നിലനിൽക്കാനാകില്ല എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. BJP, RSS സംഘപരിവാറോ ഒക്കെ ആണെങ്കിലും സ്വയം നിലനിൽക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. എല്ലാവരുടെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ്, എല്ലാവരെയും സംരക്ഷിക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് ആയിരുന്നു വരില്ല. എന്നാൽ ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടാണെന്നാണ് നമുക്ക് നിലനിൽക്കണം. ആ നിലനിൽക്കണം എന്ന ബോധ്യത്തിലാണ് നമ്മൾ ഈ കാര്യം തുറന്നു പോകണം. എന്താണ്, ഈ വിഷയങ്ങളെല്ലാം ആശങ്കയുണ്ട്. ആത്മീയാചാര്യം നിലയ്ക്ക് ഒരു ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഹൈന്ദവാചാര്യം നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നുകൊണ്ട് തന്നെ വളരെ ആശങ്കയുണ്ട്. കാരണം തുറന്നു പറയുന്നവനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ പ്രവണത, അതിനെതിരെ അങ്ങേപ്പോൾ ആൾക്കാർ ഇത്തരത്തിൽ ചർച്ചകൾ കൂടുതൽ ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ഈ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ആരായാലും ശരിയുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അറിയാനൊക്കെ ഒരു താല്പര്യം നമുക്ക് എല്ലാവർക്കും അതിനൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രീ രാമസിംഹൻജി, അങ്ങ് ഇപ്പോ എനിക്കറിയാം പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ എടുത്തതാണ്. 1921 എന്ന് പറയുന്ന ഈ 1921 നടന്ന വർഗീയ കലാപത്തെ വെളുപ്പിച്ച് ഒരു സിനിമ മമ്മൂട്ടിയെ നായകനാക്കി ഇറക്കിയതും നമ്മൾ കണ്ടതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നും അതിന്റെ പൊള്ളയായ വസ്തുതകൾ ചിത്രീകരിച്ച 1921 മമ്മൂട്ടിയുടെ സിനിമയും നമ്മൾക്കറിയാം. ഈ 2 സിനിമ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് കൃത്യമായിട്ടും അറിയാൻ പറ്റും എത്രത്തോളമാണ് ഇവിടുത്തെ ചരിത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മൂടാൻ വേണ്ടി ഇവിടെ ഈ സിനിമ മാഫിയകൾ, ഇസ്ലാമിക ഭീകര ജിഹാദി മാഫിയ കൂട്ടുകെട്ടുകൾ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ഇനിയും വാക്കുകൾ ഉണ്ടെങ്കിൽ ISIS അതല്ലെങ്കിൽ വലിയ വലിയ തീവ്രവാദ സംഘടനകളെ പോലും കൂട്ടിക്കെട്ടി പറയേണ്ട അവസ്ഥയുണ്ട്. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? രാജശേഖരജി, അങ്ങയുടെ ക്യാമറ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഒന്നുകൂടെ തലയുടെ മുകളിലത്തെ സ്പേസ് കുറച്ച് വെക്കുക, അപ്പോഴേക്കും രാമസിംഹൻജിയുടെ പ്രതികരണം തീരട്ടെ. നമ്മള് സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സിനിമയെ തന്നെ നമ്മൾ വിലയിരുത്തണം. സിനിമ അതിശക്തമായിട്ടുള്ള ഒരു മീഡിയമാണ് മറ്റ് കലകളെ അപേക്ഷിച്ച്. കാരണം സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാ വാതിലുകളും കുട്ടിയടച്ച് പരിപൂർണമായിട്ട് ഇരുട്ടിലാക്കി ഒരു സംവിധായകന്റെ ചിന്ത മാത്രം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കലയാണ് സിനിമ. ആ സിനിമയുടെ ശക്തിയും അതാണ്. ഞാനിപ്പോ ഇത് ചന്ദ്രനിൽ നടക്കുകയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ നടക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. അവർ ചന്ദ്രനിൽ എത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ എത്ര വലിയ അസത്യങ്ങളെയും സത്യമായി ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ലോകത്ത് സിനിമ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ ലെനിൻ ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോൾ ലെനിൻ പറഞ്ഞു,
ഇത് വിപ്ലവത്തിന് ആക്കം കൂട്ടാൻ ഉപയോഗിക്കാം. അങ്ങനെ ആ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം വിപ്ലവ സിനിമകൾ സോവിയറ്റ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വിപ്ലവ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിലാണെങ്കിലും ശരി, കലയിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വളർന്നത് എന്ന് ചോദിച്ചാൽ കർഷക സമരങ്ങളിലൂടെയല്ല. യഥാർത്ഥത്തിൽ പ്രോപ്പഗണ്ട സിനിമയിലും നാടകത്തിലും KPSC ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെയാണ് ആ രാഷ്ട്രീയം വളർന്നത്. അപ്പൊ എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാവണോ സമൂഹം എന്ന് സിനിമയെ കൊണ്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ പലരും പറയും സിനിമ നമ്മളെ സ്വാധീനിക്കാറുണ്ടെന്ന്. നമ്മൾ ഇന്നിടുന്ന വസ്ത്രം മുതൽ, നമ്മുടെ ഹെയർ സ്റ്റൈല് മുതൽ, നമ്മുടെ ഭക്ഷണം മുതൽ, നമ്മുടെ മദ്യപാനം മുതൽ, ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ തന്നെയും സിനിമയിലൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ എന്റെയൊക്കെ കുഞ്ഞുനാളില് ഈ ക്യാബറ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പതഞ്ഞു പൊന്തുന്ന ബീർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് കുടിച്ചിട്ട് മരിച്ചാൽ മതി നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അതിലൂടെ അങ്ങനെ ആകർഷിക്കും. അതേപോലെ ഈ നടന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ഫാഷനായിട്ട് പെട്ടെന്ന് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെറുപ്പക്കാരത് അവരുടേതാക്കി മാറ്റുകയും ചെയ്യും. നമുക്ക് ഈ ലോകത്തിന്റെ ബെൽബോട്ടം എന്ന് പറയുന്ന പാൻറ് ജയനിട്ടപ്പോ ബെൽബോട്ടം എല്ലാവരും ഇട്ടു. അങ്ങനെ മലയാള സിനിമയിൽ എന്തൊക്കെ ഫാഷൻ തിരക്കുണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തില്ല. ആ സിനിമയുടെ ശക്തിയാണ്, ആ മീഡിയത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഹറാം ആയിട്ടാണ് സിനിമയെ ഇസ്ലാമിക സമൂഹം കണ്ടത്. സൗദി അറേബ്യയിൽ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. സൗദി അറേബ്യയിൽ തിയേറ്റർ വന്നിട്ട് 2 വർഷം മറ്റോ ആവുന്നുള്ളൂ. അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പൊ സിനിമ ഹറാമായിട്ട് കരുതുന്ന ഒരു സമൂഹം പതിയെ പതിയെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയിൽ മനസ്സിലാക്കി ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക വൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഭാരതം അങ്ങ് മുറുകെ പിടിച്ചിരിക്കുന്ന ധർമ്മശാസ്ത്രം, അതല്ലെങ്കിൽ ധർമ്മം, സനാതന ധർമ്മം, അതിനെ എളുപ്പത്തിൽ നശിപ്പിക്കാവുന്ന ഒരു ഘടകം ഈ സിനിമയിലൂടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ആൾക്കാര് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്കൊന്നും കുമ്പസാരക്കൂട്ടിന്റെ ഈ കുമ്പസാരക്കൂട്ടിൽ ഇക്കിളി എനിക്ക് ആദ്യം ഒന്നും അനുഭവപ്പെട്ടില്ല. അടുത്ത കാലത്ത് സിനിമ വരുന്നത്. ഇപ്പൊ കുമ്പസാരക്കൂട്ട് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നല്ല കൺസെപ്റ്റായി. എനിക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു മീഡിയേറ്ററോട് പറയുന്നു, എനിക്കൊരു പിതാവ് എനിക്കൊരു തെറ്റു പറ്റി. അപ്പൊ അദ്ദേഹം അതിന് പറയുന്നു, ആ തെറ്റ് ഇനി ആവർത്തിക്കരുത്, നീ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ഒരു സംഗതിയെ ഒഴിപ്പിച്ച് വിടുന്ന ഒരു കൗൺസിലിംഗ് ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ രീതി. പക്ഷെ മലയാള സിനിമ അതെന്തായി? അപ്പുറത്തൊരു പെണ്ണ് വന്നിരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പറയാൻ തോന്നുന്നു, ആകാംക്ഷയോട് എന്നിട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു മഞ്ഞ പുസ്തകത്തിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ മനസ്സിലെന്തായി? ഓ, പള്ളിയിലച്ചന്മാരൊക്കെ എങ്ങനെയാണ്, പള്ളിയിലൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ വന്നു. അതേപോലെ മലയാള സിനിമയിൽ ജാതി വ്യവസ്ഥ, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലം ഒരു നമ്പൂരി എന്താണ് വെറ്റില മുറുക്കുന്നു, മറ്റേ അടിയൻ കൊടുക്കുന്നു, ഈ ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ നമ്മൾ യാഥാസ്ഥികരതായിട്ടുള്ള ഒരേ സിനിമ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നമ്പൂരിമാരെയും ഈ പറയുന്ന ആയമാരെയൊക്കെ നമ്മൾ വെറുത്തു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗമായി. വളരെ കാലം എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ നിജസ്ഥിതി, സത്യാവസ്ഥ അറിയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ശരി തന്നെ. ആ ഉണ്ടായിരുന്നതൊക്കെ മാറി നാരായണ ഗുരു വന്നു, മാറ്റങ്ങൾ വന്നു, ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. നമ്മൾ പതിയെ സമൂഹത്തിന് ഈ ജാതിയെയല്ല നമ്മൾ എടുത്തു മാറ്റുന്നത്, ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ എടുത്തു മാറ്റുക. ജാതി അവിടെ കിടക്കട്ടെ. ഇപ്പൊ ചണ്ടാള ബാബ എന്ന് പറയുമ്പോൾ ചണ്ടാളിന് അവിടെ വേണമെന്നേ, ഇല്ലെങ്കിൽ പിന്നെ ചണ്ടാള ബാബ ഉണ്ടാവില്ലല്ലോ. നായന്മാരവിടെ വേണം, ഇല്ലെങ്കിൽ പിന്നെ നായന്മാരുടെ കുലധർമ്മം ഉണ്ടാവില്ലയോ. ഓരോരുത്തരും അവിടെ വേണം.
അത് പരസ്പര പൂരകമായിട്ട് വേണം എന്നാണ് ധർമ്മശാസ്ത്രം. ഒന്നിനെയും അകറ്റുന്നില്ല, എല്ലാം കൂടി. കാരണം മണ്ണിൽ അധ്വാനിക്കുന്നവരും ബോധമുള്ള ആളും ഉണ്ടെങ്കിലേ രാജ്യം മുന്നോട്ട് പോവുള്ളൂ. എല്ലാവരും ജ്ഞാനികളായി മാറിക്കഴിഞ്ഞാൽ, എല്ലാവരും മാരായി കഴിഞ്ഞാൽ ലോകം മുന്നോട്ട് പോവില്ല. അപ്പൊ അടിസ്ഥാന വർഗം, മധ്യവർഗം, ഉപരിവർഗം, നമ്മള് വിദ്യാഭ്യാസ മേഖല, പട്ടാള മേഖല എന്നിങ്ങനെ ഈ ആധുനിക സമൂഹത്തിൽ പോലും വർണ്ണാശ്രമങ്ങളുണ്ട്, എല്ലാ രീതിയിലുണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഓരോ കുലത്തിനും ആ കുലത്തിൻ്റെതായ മഹിമയുണ്ട്. അപ്പൊ ആ കുലത്തിന്റെ മുമ്പിൽ എപ്പോഴും പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞ നീ ജർമ്മനാടാ, നീ പുലയനാടാ, നിന്റെ ശത്രുവാടാ നമ്പൂരി, നിന്റെ ശത്രുവാടാ നായര് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കാണുന്ന ആ പറയ ചണ്ടാള സമൂഹത്തിന് ഒരു തനിക്കെന്തോ ഒരു കുറച്ചിലുണ്ടെന്ന് തോന്നും, അവർക്കെന്തോ കൂടുതലുണ്ടെന്ന് തോന്നും. ഇത് ഒരു സ്പർദ്ധയായിട്ട് മാറാൻ ഇവര് തമ്മിൽ ഒരിക്കലും, നമ്മളിപ്പുറത്ത് പറയും അത് അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്നത്, ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഒരുമിച്ച് പോകരുത്, ഈ വിഭിന്നമായി നിൽക്കണം. പിന്നെ അടുത്തത് എന്താണ്, ഇതിലൊരു ശാസ്ത്രമുണ്ട്. ഇപ്പൊ ദളിത് സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ദളിത് സ്നേഹം കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാവോയിസ്റ്റുകൾക്ക്, അതേപോലെ ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ദളിത് സ്നേഹം, ആ ദളിത് സ്നേഹം കൊണ്ട് ഇവരെന്താ നേടുന്നത്? ഒന്ന് ആലോചിച്ചത്. കേരളത്തിലെ ദളിത് സംഘടനകൾ ദളിതിനെ ഞങ്ങള് ഉന്നമനത്തിലേക്ക് കൊണ്ടു, ഈ ദളിതന്മാരുടെ നില എന്താണെന്ന് ദളിത് പറയരുതെന്ന് പറയും. ദളിത് എന്ന് മുൻകൂട്ടി പറഞ്ഞ് ഈ ദളിതന്മാരെ ഞങ്ങൾ സഹായിക്കുന്നു, ഞങ്ങൾ എതിർക്കുന്നത് ഈ പറയുന്ന നമ്പൂരിമാരെയും നായന്മാരെയോ അല്ലെങ്കിൽ ഉന്നത ശ്രേണിയിലുള്ള ജാതികളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമി, ഈ PDP, SDPI ഇവരൊക്കെയാണ് മുന്നിട്ടിറങ്ങുന്നത്. അവരെയാണ് കരുവാക്കിയത്. ശബരിമലയില് കയറിയത് ആരാണ്? കയറ്റാൻ ശ്രമിച്ചത് ആരാണ്? ഈ ക്ഷേത്രങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഉപയോഗിച്ചത് ആരാണ്? ഇങ്ങനെയുള്ള ആളുകളെയാണ് പിരികേറ്റി ഇവര് മുന്നോട്ട് നയിക്കുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതേ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് മതം തന്നെയാണ്, സ്പർദ്ധ ഉണ്ടാക്കുക. 2 മയക്കുമരുന്ന്, 3 ഈ പറയുന്ന മാഫിയ, 4 ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പണം. ഇത് 4 ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാലോ? സിനിമ, നമ്മുടെ സിനിമയുടെ ആദ്യകാലം ഞാൻ 1977 സിനിമയിൽ വന്ന വ്യക്തിയാണ്. അത് ഒരു മാപ്പിള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പറഞ്ഞ ഗാനത്തിലെ ബാലനടനായിട്ടാണ് ഞാൻ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള സിനിമ നമ്മൾ എടുത്തു നോക്കുക. സിനിമയ്ക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള നിർമ്മാതാവുള്ള കമ്പനികളുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ, ഉമ്മയുണ്ടായിരുന്നു, മെരിലാൻഡ് ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ നമുക്ക് നവോദയ ഉണ്ടായിരുന്നു. എറണാകുളത്ത് നവോദയയുടെ തന്നെ അപ്പച്ചന്റെ സ്റ്റുഡിയോ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ മേഖലയിൽ ധാരാളം നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗ നിർമ്മാതാക്കളും ഉണ്ടായിരുന്ന ഒരു ഇടമാണ് കേരളം. ഒരു സ്പർദ്ധയുമില്ലാതെ നമ്മൾ ആരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു? സത്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടു, പ്രേംനസീറിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു, ജയനെ നമ്മൾ ഇഷ്ടപ്പെട്ടു, മമ്മൂട്ടിയുടെ മകനെ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ ആരുടെയും ജാതിയോ മതമോ നോക്കിയിട്ടില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശം നമ്മൾ വെച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് അറിയാം, സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു നിൽക്കുന്ന ഇപ്പം ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ആശയങ്ങള് അല്ലെങ്കിൽ ഹിന്ദുവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആരൊക്കെയാണെന്ന് അടുത്ത കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചില്ല. ഉണ്ട്. ഇപ്പൊ MT വാസുദേവൻ നമ്മുടെ മറ്റേ ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും എടുത്തിട്ടാണ് പലപ്പോഴും അതിനെ വക്രീകരിച്ചു കൊണ്ടുണ്ടായിട്ടുണ്ട്. ചതിയനല്ല എന്ന് വരുത്തിയിട്ട് ചതിയൻ ചന്തു എന്നുള്ളത് നമ്മൾ പഠിച്ച് പാടി വന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചന്തുവിനെ ചതിയനല്ലാതാക്കിയത് MT വാസുദേവനാണ്. നമ്മുടെ ചരിത്രത്തിനെ എത്രമാത്രം ഒരൊറ്റ സിനിമ കൊണ്ട് ആ ചരിത്രത്തിൽ ചതിയനായ ചന്തുവിനെ ചതിയനല്ലാതാക്കി. നമ്മൾ പാടിപ്പാടി പാടി വന്ന ഒരു ചരിത്ര സത്യത്തെയാണ്
കലയിലൂടെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. ചന്തു ചതിയനല്ല, ഒറ്റയടിക്ക്. അതേപോലെ തന്നെ നമ്മുടെ ബിംബത്തെ തുപ്പുന്ന സിനിമ നിർമ്മാല്യം ഇറങ്ങി. അന്ന് ഒരു ഹിന്ദുവും ബഹളം ഉണ്ടാക്കിയിട്ടില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന നമ്പൂരിമാരൊക്കെ അനുഭവിച്ച ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന് കണക്കാക്കി ഹിന്ദു ഒരിക്കലും ഒന്നിനും റിയാക്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ ഒരു സിനിമയുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയുടെ ഇതിവൃത്തം ആർത്തവമാണ്. അത് ആർത്തവ സംബന്ധിച്ച് ആ സ്ത്രീയെ ഈ മാമൂലുകൾ കെട്ടിയിടുന്ന, വരിഞ്ഞു മുറുക്കുന്ന, അതിനെ ഇരുട്ടറയിൽ അടയ്ക്കുന്ന ഒരു സിനിമ. ഈ കാലഘട്ടത്തിൽ എവിടെയാണ് ഈ ആർത്തവം സംഭവിക്കുന്ന സ്ത്രീയെ ഇരുട്ടറയിൽ അടയ്ക്കുന്നത്? ക്യാപ്പ് വരെ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. പാഡല്ല, ക്യാപ്പ് വരെ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് ഈ പറയുന്ന ഇന്നും ഇത് ഉണ്ട് നടന്നതിൽ ആധുനിക കാലഘട്ടം. എന്നിട്ട് ഈ പറയുന്ന അയ്യപ്പന്മാരെ മുഴുവനും മീൻചാറ് കൊണ്ട് തേച്ചുകൊണ്ട്, അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം കൊണ്ട് തേച്ചുകൊണ്ട് അതിവികൃതമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കി. എനിക്ക് കണ്ടപ്പോ കൈ കിട്ടിയ ഒരെണ്ണം കൊടുക്കാനായിരിക്കും. അത്രയും കാരണം നമ്മളില്ലേ ഈ പറയുന്ന ആർത്തവം ഹിന്ദുവിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, ഇസ്ലാമിന്റെ പ്രശ്നമാണ്. അതവര് പറയുന്നില്ല. ഇസ്ലാമിൽ ഇപ്പൊ എന്റെ ഉമ്മയോ എന്റെ പെങ്ങൾക്കോ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഖുർആൻ തൊടാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, അത്തരം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവരും മാറി നിൽക്കണം പൊതുധാരയിൽ നിന്ന്. അത് പറയില്ല. ഇത് ഹിന്ദുവിന്റെ മാത്രം. ഹിന്ദു തന്നെയാണ് ആർത്തവം. ഹിന്ദു ആർത്തവം സംബന്ധിച്ച പെണ്ണുങ്ങളെ മുഴുവനും ഇങ്ങനെ ഇരുട്ടറയിൽ അടയ്ക്കുന്നു. അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല. ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അതുപോലും പണ്ട് സംഭവിച്ചു എന്ന് പറയുന്നത് അതിന്റെ കരുതലിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കേട്ടു. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ ഹിന്ദുവിന്റെ ആർത്തവം, ആ ആർത്തവ പ്രശ്നം വേറെ, മുസ്ലിമിന്റെ ആർത്തവ പ്രശ്നം ഇതല്ല. ഹിന്ദുവിന്റെ സ്ത്രീകൾ അമ്പലത്തിൽ കയറണം. ഹിന്ദു സ്ത്രീകളെ മെൻസസ് ആയിരിക്കുമ്പോൾ അമ്പലത്തിൽ കയറണം. ഇത് മെൻസസ് അല്ലെങ്കിൽ പോലും ഒരു സുന്നി സ്ത്രീക്ക് പള്ളി കയറാൻ പറ്റൂ. ഇനി ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദികളും പെണ്ണുങ്ങളെ പള്ളി കയറ്റുന്നു. എങ്ങനെയാ? അടുക്ക് മതിൽ വെച്ചിട്ട് വിരി വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തുവാ. അവര് ഒരുമിച്ച് നിൽക്കില്ല. ഇതൊന്നും സമൂഹം അറിയില്ല. അപ്പൊ അവരിലുള്ള ഈ പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന അവരിലുള്ള ജാതി വ്യവസ്ഥ, അവിടെ ഷിയ, സുന്നി, റാവുത്തർ വേറെ, ഓരോന്നും വേറെയാണ്. വഹാബികൾ വേറെ, മുജാഹിദികൾ വേറെ, അഹമ്മദിയ വേറെ. അങ്ങനെ ഭിന്നങ്ങളായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ട് ഇസ്ലാമിന്. ആ ഭിന്നങ്ങളായിട്ടുള്ള ജാതി വ്യവസ്ഥയിൽ തൊട്ടുകൂടായ്മയുണ്ട്. അവര് പരസ്പരം വിവാഹം ചെയ്ത് കൊടുക്കില്ല. അവരുടെ പ്രാർത്ഥനാ രീതികളിൽ പോലും ഹിന്ദുവിന് വലിയ വ്യത്യാസങ്ങളില്ല. അതായത് പ്രാർത്ഥിക്കുന്നത് നമ്പൂരി പ്രാർത്ഥിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതേ സമയത്ത് ഇസ്ലാമിൽ അങ്ങനെയല്ല. അവര് എവിടെ കൈ കെട്ടണം, എങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവരാ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ ഇറാനിലേക്ക് നോക്കുക, ഇറാഖിലേക്ക് നോക്കുക, ഇപ്പൊ സംഭവിക്കുന്നത് നോക്കുക. ഇത് ഷിയായും സുന്നിയും തമ്മിൽ അടിയാണ് ലോകത്ത് നടക്കുന്നത്. 10,000-ങ്ങളെയാണ് കൊന്ന് തള്ളുന്നത്. ഇതൊന്നും ഇവര് വിഷയമാക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ജാതി വ്യവസ്ഥ ഇല്ല, അനാചാരങ്ങള്, 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി, അങ്ങനെ വാട്സപ്പ് ചൊല്ലി പുറത്താക്കിയ സ്ത്രീ സമൂഹം അത് നിർത്തലാക്കിയത് ഇപ്പം ഈ മോദി വന്നതിന് ശേഷം, BJP ഗവൺമെന്റ് വന്നതിന് ശേഷം. അതിനുണ്ടായിരുന്ന പൂരത്തായിരുന്നു. നമ്മൾ ആലോചിക്ക്. ആ സാമൂഹിക വിപത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൊക്കെ എന്ത് നടപടി, എന്താണ് നിലപാട് എന്ന് നമ്മൾ കണ്ടതാണ്. അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ അനാചാരങ്ങള്, ഇപ്പൊ ഹിന്ദുവിന് ഉണ്ടെന്ന് പറയുന്ന അനാചാരങ്ങളുടെ ഇരട്ടി അനാചാരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹിന്ദു ഒരു കോഴി വെട്ടുന്നത് നിരോധിച്ചു 1956 കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ വലിയ പെരുന്നാളിന്, ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, വലിയ പെരുന്നാളിന് മൂരിയെ, ആടിനെ, സകലതനെയും വെട്ടി ചോരപ്പുഴ ഒഴുക്കാം. പിണറായി വിജയൻ ചെറുവല്ലം നടക്കുവോ? കമ്മ്യൂണിസ്റ്റുകാരൻ ചെറുവല്ലം നടക്കുവോ? ഇല്ലല്ലോ.
അപ്പൊ നമ്മുടെ ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ ഉള്ള ആചാരം നമ്മുടെ ഹിന്ദുവിനാകുമ്പോ അനാചാരാവുന്നു. എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മുത്തപ്പന് കണ്ണ് വെച്ച ആചാരമല്ല, അനാചാരമാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വീഞ്ഞു വിതറിയാൽ അത് ആചാരമായിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുവിന്റെ പേരിൽ പറയുന്ന അനാചാരങ്ങള് അതിന്റെ പത്തിന്റെ ഇരട്ടി എവിടെയുണ്ട്? ഈ പറയുന്ന സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. അവരാണ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സിനിമ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുകയാണ് ഹിന്ദു ഇങ്ങനെയാണ്, ഹലാൽ സിനിമ ഇങ്ങനെയാണ്, നമ്മളൊക്കെ ഹറാമാണ് എന്ന് പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നടന്മാരുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ആ നടന്മാരുണ്ടെങ്കിൽ അവർ മറുപടി പറയണം. ഇനി എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു, കുറെ മലയാള സിനിമയിൽ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, നിർമ്മാതാക്കളുണ്ടായിരുന്നു. ഇവരൊക്കെ എവിടെ പോയി? ഇപ്പൊ അവരാരാണ്? ഒരു കാര്യം, 100 കോടി 150 കോടി എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മലയാള സിനിമ 2004 ആണ് ഞാൻ ശരിക്കും കൊമേഴ്സ്യൽ സിനിമ നിർത്തുന്നത്. അപ്പോഴെത്തിയപ്പോ പോലും 50 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ചെലവുണ്ടായിരുന്നുള്ളൂ. ഈ 1.5-2 കോടി ചെലവ് അന്ന് മമ്മൂട്ടി 5 ലക്ഷം 10 ലക്ഷം വാങ്ങിച്ചിരുന്നത്. അവരാണ് ഒറ്റയടിക്ക് 15 കോടിയിലേക്കും 10 കോടിയിലേക്കും പോയത്. അവരാണ് ഇവിടെ തിയേറ്ററുകൾ മുഴുവൻ അവർ വാരിക്കൂട്ടി. അവര് തന്നെ വിതരണക്കാര കമ്പനിയായി. അവരുടെ ഡ്രൈവർമാര് വരെ പ്രൊഡ്യൂസറായി. ഒന്ന് ആലോചിച്ച് നോക്കണം. വണ്ടി ഓടിച്ച് നടന്ന ഡ്രൈവർ മെഗാ പ്രൊഡ്യൂസർ. ഇതെങ്ങനെ സംഭവിക്കും? ഈ പണം എവിടെ നിന്ന് വരും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഇവിടേക്ക് ഒഴുകുന്ന പണം, പിന്നെ ഒരു മെഗാ സ്റ്റാർ പെട്ടെന്ന് ഒരു ദിവസം പറയാണ് ദ്വീപ് രക്ഷിക്കണേ, ദ്വീപിനെ രക്ഷിക്കണേ. നമ്മൾ മനസ്സിലാക്കി എന്തായിരുന്നു ഉദ്ദേശം? ദ്വീപ് വഴി വരുന്ന കഞ്ചാവ് ലഹരിയും അത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചപ്പോൾ ഈ പറയുന്ന മാഫിയക്ക് ഇവിടേക്ക് കണ്ടുവരാൻ അവിടെ ആ ദ്വീപിനെ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ചെല്ലാതെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ദ്വീപായി മാറ്റണം എന്നുള്ള ധാരണയിൽ ആണ് വന്നത്. ഇന്ന് ദ്വീപിനുണ്ടായ മാറ്റം എങ്ങനെയാണെന്ന് ജനങ്ങൾ കാണുന്നു. അപ്പൊ എല്ലായിടത്തും നോക്കും. ഇനി മറ്റൊന്ന്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കോഴിക്കോട് ഒരു നോളജ് സിറ്റി ഉണ്ടാക്കുന്നുണ്ട് കാരന്തൂർ മൗലവിയുടെ കീഴിൽ. ഒരു നിയമവും പാലിക്കാതെ എല്ലാ നിയമവും ഒഴിവാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരാൾ പോലും ചെറുവരെ നടക്കില്ല. അപ്പൊ മതം, പണം, മാഫിയ ഇതെല്ലാം കൂടി കൂട്ടുകെട്ടിയ അവസ്ഥയാണ് ഇന്ന് മലയാള സിനിമയിൽ. മലയാള സിനിമയിൽ നിന്ന് ജൂബിലി ജോയി തോമസ് പോയി, സംഘചിത്ര അപ്പച്ചൻ പോയി, മുരളി ഫിലിംസ് പോയി. മലയാളത്തിലെ തല നിവർന്ന് നിൽക്കുന്ന ഒരൊറ്റ നിർമ്മാതാക്കളില്ല. ഇപ്പൊ പിന്നെ ആരാണ് നിർമ്മാതാക്കള്? പൊടിയിട്ടാ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ നിർമ്മാതാവ് ആരാണ് പറഞ്ഞത്? ഒരു ലണ്ടൻകാരൻ, അയാൾ ഇടനിലക്കാരൻ, അയാളുടെ പണമല്ല, CPM-കാരുടെ പണം, കോൺഗ്രസിന്റെ പണം, രാഷ്ട്രീയക്കാരുടെ പണം കഴിയുന്ന ദല്ലാളാണെന്നാണ് നമ്മളിപ്പോ അറിയുന്നത്, ഇല്ലേ? അപ്പൊ ഈ പണം എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇത് ബ്ലാക്ക് വൈറ്റ് ആവുന്നു, വൈറ്റ് ബ്ലാക്ക് ആവുന്നു. ഇങ്ങനെ ഗൾഫിന്റെ പണം, ഇവർക്കൊക്കെ ഒരു പുതിയ വിസ വന്നിട്ടുണ്ട്, ഗോൾഡൻ വിസ. ഈ ഗോൾഡൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് തുടങ്ങാം. അങ്ങനെ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഫോറിൻ മണി നമുക്ക് കൊണ്ടുവരാം. ഫോറിനിലൊരു ബിസിനസ് കാണിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു മാഫിയ, ഈ പറയുന്ന ഈ നമ്മൾ നേരത്തെ മോദി വരുന്നതിന് മുന്നേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് കൊണ്ടുവന്നെങ്കിൽ ഇന്നത് സാധിക്കുന്നില്ല. പകരം ഇത്തരം സിനിമാക്കാരെ, ഇത്തരം സൂപ്പർ സ്റ്റാറുകളെ, അത് അങ്ങ് ബോംബെ നിന്നാണെങ്കിൽ ശരി, തമിഴ്നാട്ടിലാണെങ്കിൽ ശരി, ഈ സിനിമാ മേഖല വെച്ചിട്ട് കോടാനുകോടി രൂപ വിദേശത്തു നിന്ന് കൊണ്ടുവരാം. അതിന്റെ കണക്കുണ്ടാക്കിയാൽ മതി. ഇതാണ് സംഭവം. അതിന്റെ പിന്നിൽ പോകുമ്പോ ഒന്ന് ഞാൻ പറഞ്ഞു നിർത്താം. അതായത് എന്നെ സമീപിച്ചിരുന്നു, സത്യം പറയാലോ, 2 കോടി രൂപ ഓഫറുമായിട്ട് ഈ പറയുന്ന ലവ് ജിഹാദ് സിനിമ എടുക്കാൻ വേണ്ടി എന്നെ സമീപിച്ചതാണ്. അപ്പൊ അത് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഇതിനെ ഒന്ന് ലഘൂകരിക്കുക. ഇത് വെറും പ്രണയമാണ്, ആ പ്രണയത്തിനെ എന്തിനാണ് ഇങ്ങനെ ഹനിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ച്, ഞാൻ ഉപേക്ഷിച്ച സിനിമ എറണാകുളത്ത് നടന്നു.
എന്റെ അടുത്ത് വന്നത് കുവൈറ്റിലെ ആൾക്കാരാണ് വന്നത്. അത് എറണാകുളം ഞാൻ ഉപേക്ഷിച്ച്, ഞാൻ പറഞ്ഞ് നടക്കില്ല, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് എറണാകുളത്ത് നടത്തി. ആ പണം പോയെന്ന് അവർക്ക് വിഷമില്ല, എത്ര കോടി പോയാലും അവർക്ക് വിഷമില്ല. 10 പേര് അവരുടെ അജണ്ട കണ്ടാൽ മതി. അപ്പൊ ഇവിടെ ഒരു ഹിന്ദുവിനെ അകറ്റി നിർത്തുക, ക്രിസ്ത്യൻ എന്താണ് ഇപ്പൊ കാശയൊക്കെ വന്നപ്പോ ക്രിസ്ത്യൻ ഏകീകരണം, ഹിന്ദു നമ്മളൊക്കെ ഞാൻ ബാബയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹിന്ദു ഏകീകരിക്കണം, ക്രിസ്ത്യൻസ് ഏകീകരിക്കണം, ഈ പറയുന്ന ഈ രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണം. ഈ ഒരു അജണ്ട നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതിനെ തകർക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് എന്തിനാ ഇങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടത്? ഒരു സുഡാപ്പിച്ച് ഈ സിനിമ ചെയ്യേണ്ട കാര്യം മമ്മൂട്ടിക്കുണ്ടോ? മമ്മൂട്ടി ഇനി എന്ത് സമ്പാദിക്കാനാണ്? നല്ല പേര് സമ്പാദിച്ച് നിൽക്കുന്ന ഒരു നടൻ. അയാൾ എന്തിനാണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഈ എറണാകുളത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ ആ കുട്ടിയുടെ സബ്ജക്ട് നല്ലതാണെന്ന് പറയുന്നു? അത് മാറ്റി വെച്ചിട്ടാണ് പുഴു ഉണ്ടാക്കുന്നത്. അപ്പൊ പുഴു വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പുഴു വരുന്നത് ദുർഗന്ധം തുടങ്ങുമ്പോഴാണ്. അപ്പൊ പുഴു വന്നു കഴിഞ്ഞാൽ ദുർഗന്ധം വരും, അതിന് പുറകെ വരും. ഇപ്പൊ അതേ അവസ്ഥയില. ആ ദുർഗന്ധം നമ്മുടെ സമൂഹത്തിലേക്ക് മുഴുവനും എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇനിയും ഈ പറയുന്ന നമ്പൂരി നായരും ഈ മേലാളനും കീഴാളെന്ന് പറഞ്ഞ് ഹിന്ദുവിനെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ അതേ നടപടി തിരിച്ചു കൊടുക്കണം. ഉണ്ടാക്കണം സിനിമ. ഏതൊക്കെ ഉണ്ടാക്കേണ്ട സിനിമ? രാമസിംഹൻ സിനിമ ഉണ്ടാക്കണം, വേണ്ടേ? 1947 ഹിന്ദു മതം സ്വീകരിച്ചതിന്റെ പേരിൽ വെട്ടി കൊന്ന രാമസിംഹന്റെ സിനിമ വരണ്ടേ? നമ്മളെയൊക്കെ നമ്മളെ ഈ എന്താ ഒരു മാർഗത്തിലേക്ക് വരുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്കെതിരെ സിനിമ ചെയ്യണ്ടേ നമുക്ക്? പക്ഷെ അവിടെ ഈ മമ്മൂട്ടിയെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. അവിടെയാണ് സങ്കടം. ആ സങ്കടത്തിൽ രാധമാർ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്, മീശ വെച്ചിട്ടുള്ള രാധമാർ. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പേര് പറയുന്നില്ല. എന്തായാലും രാജശേഖർജി ക്ഷമിക്കണം, അങ്ങ് 8 മണിക്ക് ട്രെയിനിന് പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങിലേക്ക് എത്താൻ വൈകിയോണ്ട് ക്ഷമിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ VHP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു കാഴ്ചപ്പാട് വരുന്നത്? കാരണം ഇത് നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയിട്ടുള്ള ഒരു മാഫിയ, അതല്ലെങ്കിൽ അജണ്ട, ഗൂഢാലോചന, ആസൂത്രണം തന്നെയാണ്, ജിഹാദി ആസൂത്രണം. നമ്മളൊക്കെ ഇന്ന് ഈ പുഴു എന്ന് പറയുന്ന സിനിമയിലൂടെ ഇത് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ മാസങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുൻപേ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിന് അടിസ്ഥാനപരമായി ഒരു സഖാവ്, ഷർഷാദ് എന്ന് പറയുന്ന സഖാവിന്റെ വെളിപ്പെടുത്തലൂടെ തന്നെയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജിൻ സാർ ആ ഒരു വസ്തുത പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ ഇതൊക്കെ പച്ചയ്ക്ക് പറയേണ്ടത് തന്നെയാണ്. ഓൺലൈൻ ചാനൽ എന്നാണ് എല്ലാ ചാനലുകാരും പറയാറ്. മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന ചാനലിൽ ഏകദേശം 3 മണിക്കൂർ വരുന്ന ഇന്റർവ്യൂവിലാണ് സഖാവ് ഷർഷാദ് ന്യൂ മാഹി സ്വദേശിയായിട്ടുള്ള അയാൾ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒട്ടേറെ വസ്തുതകൾ വേറെയും ഉണ്ട്, രാഷ്ട്രീയ വശങ്ങളുണ്ട്. അത് നമ്മൾ നാളെ വിശകലനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബിനാമിയായിട്ട് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അതിശക്തമായുള്ള ആരോപണങ്ങളും പോലും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനോ അതിനെതിരെ സംസാരിക്കാത്ത ആളുകൾ, മീശ വെച്ച രാധകളൊക്കെ ഇവിടെ വന്നുകൊണ്ട് മമ്മൂട്ടിയെ ന്യായീകരിച്ച് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാർ അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? ഏറെ നാളത്തെ ഒരു വിടവിന് ശേഷം ഏറെ ബഹുമാന്യനായ രാമസിംഹൻജിയെയും ബാബാജിയെയും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ അതീവമായ സന്തോഷം. വാസ്തവത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എനിക്ക് ട്രെയിനിന് പോകേണ്ടത് കൊണ്ടും ട്രെയിന് കായംകുളത്ത് നിന്നായതുകൊണ്ടുമാണ് ഞാൻ നേരത്തെ എങ്ങനെയെന്ന് സൂചിപ്പിച്ചത്. വിഷയം നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഹിന്ദുക്കളുടെ ഇടയിലെ വലിയ ഒരു ഭിന്നിപ്പ്. നേരത്തെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലം. നമ്മൾ പൊതുവിൽ നോക്കുന്ന സമയത്ത് അവരുടെ ലാസ്റ്റ് റിസോർട്ടാണ്. ബാക്കി എല്ലാ മേഖലയും അവർ പിടിച്ച് തകർത്ത് കഴിഞ്ഞു, അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. അവസാനമാണ് ഈ എന്താ പറയുന്നത് സിനിമ മേഖലയിലേക്ക് വന്നത്. അടുത്ത ചുവടുവയ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാര് ഇസ്ലാമിക ഭീകരന്മാരുടെ പ്രതിനിധികളായി മാറും.
ഇന്ന് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും മാറ്റപ്പെടുന്നു. തിരുത്ത് പറയുമ്പോ ചോദിക്കുമ്പോ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സനാതന ധർമ്മത്തെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്ന സമയത്ത് ഏറെ ബഹുമാന്യനായിട്ടുള്ള പണ്ഡിതാഗ്രഹീസരനായിട്ടുള്ള ആ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമിജി അവറുകള് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടൻ മറുചോദ്യം വരും, അന്വേഷണം വരും. ചിദാനന്ദപുരി സ്വാമിജി അത് പറയുവാൻ അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്, ഏത് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഇതിന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്? ഇവിടെ ഇതിന് ഈ ഒരു പ്രസ്താവ്യം നടത്തിയിട്ടുള്ളത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഏത് വിഷയത്തിലാണെന്നറിയാമോ? അയാളുടെ ഡോക്ടറേറ്റ് KT ജലീലിന്റെ ഡോക്ടറേറ്റ് ആണ്. അല്ലെങ്കിൽ മറ്റു പലരും വാഴക്കൊല തിരിച്ചു വെച്ചതിന്റെ പേരിൽ കിട്ടിയ ഡോക്ടറേറ്റ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തില് നമ്മുടെ നാട്ടിലെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും തിരുത്തൽ കൊണ്ടുവരുന്നതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സിനിമയും. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ, അദ്ദേഹം 5 സിനിമകള് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആ തിരക്കഥയിൽ അല്പം മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. അതിലൊന്നായിരുന്നു വേലുത്തമ്പി ദളവ. അതിൽ മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്താണ്? ചരിത്ര സത്യത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ ഇംഗിതത്തിനനുസരണമായി പൊതുജന സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനുള്ള അതിതീവ്രമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണത്. അതിനുവേണ്ടിയായിരുന്നു ആ ശ്രമം. ആ സംവിധായകൻ കഴിഞ്ഞ ഏതാണ്ട് 7 വർഷമായി ഒരു സിനിമ പോലും ചെയ്യാൻ, ഇതിനോടകം അദ്ദേഹത്തിന് വന്നതൊക്കെ തന്നെ, അതായത് പ്രൊഡ്യൂസർ പറയുന്നത് മാതിരി സംവിധാനം ചെയ്തു കൊടുക്കണം. അതാണ് ഇവിടെ ആവശ്യം. ഈ പ്രൊഡ്യൂസർമാരെല്ലാം തന്നെ സുഡാപ്പികളാണ്. വാസ്തവത്തില് വളരെ ഹൃദയവേദനയോടെ പറയട്ടെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ഇന്ന് ഒരു പരിധിവരെ അവരുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെ ഗുണമോ അല്ലെ അവരുടെ നിലനിൽപ്പിന്റെ ആധാരമോ സത്യസന്ധമായി കൃത്യമായി തൊഴിൽ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്ന ഒരു നഗ്നസത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഇവിടെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ സൂചിപ്പിച്ചാണ്, ശബരിമലയില് ഒഴുകുന്ന കള്ളപ്പണത്തെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് അന്വേഷിക്കുക? ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ 64 വയസ്സ് പ്രായമായി. ഈ 64 വയസ്സിൽ ഏതാണ്ട് 2.5 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ശബരിമലയിൽ പോകുന്ന ആളാണ്. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെടാറുള്ളതാണ്. ശബരിമലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക അട്ടിമറി നടക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. GSTയിലെ ഉദ്യോഗസ്ഥന്മാര്, എക്സൈസിലേത്, എന്തിന് സർക്കാർ പൂർണ്ണമായിട്ടും ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഈ കരാറ് മാറി ബിനാമിയെ വെച്ച് നടത്തുന്നതിനെ ദേവസ്വം ബോർഡ് എതിർക്കുന്നില്ല? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എതിർക്കില്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളും എതിർക്കുകയില്ല, മലബാർ ദേവസ്വം എതിർക്കുകയില്ല, കൊച്ചിൻ ദേവസ്വം ബോർഡ് എതിർക്കുകയില്ല, ഗുരുവായൂർ ദേവസ്വം എതിർക്കുകയില്ല, കൂടൽമാണിക്യവും എതിർക്കുകയില്ല. കാരണം അവിടെ എല്ലാം തന്നെ ഇസ്ലാമിക ഭീകരന്മാരുടെ പിടിമുറുകിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നമ്മൾ കാലാന്തരങ്ങളായി നോക്കുമ്പോൾ ലോകത്തിൽ ആകമാനം ഉണ്ടായി വരുന്നതാണ്. ഈ ഭാരത രാഷ്ട്രത്തെ എങ്ങനെ നശിപ്പിക്കാം? 78 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഭാരത രാഷ്ട്രത്തിന്റെ വിസ്തൃതി ഇന്ന് കേവലം 32 ലക്ഷം, അല്ലെങ്കിൽ കഷ്ടിച്ചെല്ലാം കൂടി നുള്ളിപ്പറക്കിയെടുത്താൽ 34 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഒഴിച്ച് ബാക്കി 38 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പോയെങ്കിൽ മുഴുവൻ 99% അതിൽ പോയത് ഇസ്ലാമിക ഭീകരവാദം ഇന്ന് തഴച്ചു വളർന്നതിന് കാരണമായ ഇസ്ലാമിസം, ആ വാദഗതി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിനകത്ത് എപ്പോഴും രാഷ്ട്രീയക്കാർ മാത്രമല്ല മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും അതിനോടൊപ്പം കൂടും. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് ഒരു പരിധി വരെ. ഞാൻ ചോദിക്കട്ടെ, ഏറെ ബഹുമാന്യനായിട്ടുള്ള സ്വർഗീയ നസീർ സാർ, അദ്ദേഹം സിനിമ ചെയ്തിരുന്നല്ലോ. ഇതേമാതിരി ഹിന്ദു വിരുദ്ധമായ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിരുന്നോ? ഏറെ ബഹുമാന്യനായ KP ഉമ്മർ ചെയ്തിരുന്നോ?
ഇന്ന് മമ്മൂട്ടിയെ പോലെയുള്ള നടന്മാര്, വാസ്തവത്തിൽ ഈ പരാമർശം കേട്ടപ്പോ ഒരാള് നേരത്തെ ബാബാജി സൂചിപ്പിച്ചത് മാതിരി, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഷർഷാദ് പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാമല്ലോ, ഏറെ ബഹുമാനായ ബൈജുവിന്റെ പേരിൽ 153A അനുസരിച്ച് കേസെടുക്കാമെങ്കിൽ ബൈജു എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ ധാരാളം വക്കീലന്മാരെ കാണിച്ചിരുന്നു. അവർ പറഞ്ഞു കോടതിയിൽ അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞു. തട്ടിപ്പാണ് ഈ സർക്കാർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ജാമിദ ടീച്ചറുടെ പേരിൽ എടുത്തില്ലേ 153A? എന്താണ് ഈ ഷർഷാദിന്റെ പേരിൽ 153A അനുസരിച്ച് കേസെടുക്കാൻ കേരള സർക്കാരും ഇപ്പോഴത്തെ പോലീസും മടിക്കുന്നത്? DGPക്ക് ചങ്കൂറ്റം ഉണ്ടാവില്ല, കേരള DGPക്ക്. കാരണം എന്താണ്? കേരള DGPയും ഇതിന്റെ പ്രതിരൂപമാണ്, യാതൊരു സംശയമില്ല അക്കാര്യത്തില്. അത് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവിഷനില് ഭാരതത്തിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ചെയ്തു വെച്ചതിന്റെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുണ്ട്. അത് പരിശോധിച്ചാൽ അത് കൃത്യമാണ്. ഇവിടെ നാം ചോദിക്കട്ടെ, ഇത്രയും കാലം ഈ മമ്മൂട്ടിയുടെ മനസ്സ് എവിടെയായിരുന്നു? മമ്മൂട്ടി എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ മമ്മൂട്ടി? അപ്പൊ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കണ്ടേ. കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് KT ജലീൽ ആദ്യം സിമിക്കാരനാവുന്നു. KT ജലീൽ സിമി കഴിഞ്ഞിട്ട് നേരെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമാകുമ്പോ, പ്രിയ സുഹൃത്തുക്കളെ, എന്റെ ന്യൂസ് കഫേ ലൈവിലെ മുഴുവൻ പ്രേക്ഷകരോടുമായിട്ട് പറയുന്നു, നിങ്ങളൊന്ന് വിലയിരുത്തുക. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസ് അടക്കം മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിലും 70% മേൽ ഇസ്ലാമിക ഭീകരന്മാരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നും കേന്ദ്ര സർക്കാരിനെ പോലും എന്താ പറയുന്നത്, വാസ്തവത്തിൽ സാധാരണ ജനങ്ങൾ ഒരു വലിയ വേദനയോടാണ് അതിനെ കാണുന്നത്. KT ജലീൽ കടത്തിക്കൊണ്ടുപോയത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഖുറാനകത്ത്, അതേപോലെ തന്നെ ഏതോ ഒരു പഴം ഉണ്ടായിരുന്നല്ലോ, ഈന്തപ്പഴത്തിലെയൊക്കെ ഈ സ്വർണം കയറ്റിക്കൊണ്ട് പോയിട്ട് അന്വേഷണം എവിടെ? വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു, ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ ഇതിന്റെ എൻഡ് യൂസർ വരെ, അവസാന ഉപഭോക്താവ് വരെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കൊണ്ടുവന്ന വ്യാജ സ്വർണം അതിനെ സംബന്ധിച്ച് അറിയിക്കണം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എവിടെ പോയി? ഇതിന്റെ പ്രഭവസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ഉപയോഗം എവിടെയായിരുന്നു? അപ്പൊ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടറിയാം. KT ജലീൽ ഇത് മുഴുവന് ഈ നാട്ടിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ആക്കവും തൂക്കവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത നടപടിയാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മുഖ്യമന്ത്രിയുടെ മകളെ ലവ് ജിഹാദിൽപ്പെടുത്തി. അല്ലെന്ന് പറയാൻ പറ്റൂ? ആ പെണ്ണിനെ ആദ്യമേ വിവാഹം കഴിച്ചതാണല്ലോ. ആ വിവാഹ ബന്ധം എന്തുകൊണ്ട് വേർപെടുത്തി? എങ്ങനെ പോയി? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ മാതൃകയാണ്, രാജാവ് മാതൃകയാണ്. കുഞ്ചൻ നമ്പ്യാർ പാടിയത് മാതിരി, എമ്പ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ആ പ്രമാണത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ ലവ് ജിഹാദിൽപ്പെടുത്തി ഇന്ന് അടിച്ചോണ്ട് പോയി. ഇന്ന് മുഹമ്മദ് റിയാസാണ് ചീട്ടെഴുതുന്നത്. മുഹമ്മദ് റിയാസാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചങ്ങല തിരിക്കുന്നത്, എങ്ങോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച്. ചങ്ങല മുറുക്കുന്നത് അയാളാണ് മുറുക്കുന്നത്. അപ്പൊ നമുക്കിത് കാണാൻ കഴിയില്ല. ഇന്ന് എന്തുകൊണ്ടാണ്? എല്ലാ മേഖലയിലേക്കും കടന്നു കയറി. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ മമ്മൂട്ടിയെ മാത്രം കുറ്റം പറയുന്നില്ല, മറ്റൊരു മഹാനടനുണ്ടല്ലോ. വാസ്തവത്തിൽ അദ്ദേഹത്തോടൊക്കെ വളരെയധികം വേദനയോടെയാണ് പറയുന്നത്. ആ മഹാനടനെ ഭാരത സർക്കാർ മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മഹാപ്രതിഭാശാലികളെ ക്ഷണിച്ച കൂട്ടത്തിൽ വിളിച്ചപ്പോ ഇയാൾ പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടുത്തെ സുഡാപ്പി മുസ്ലിമിനെ ഭയന്നിട്ടാണ് വരാതിരുന്നത് മുഴുവൻ.
NSS ജനറൽ സെക്രട്ടറി വരാതിരുന്നത് ഭയന്നിട്ടാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വരാതിരുന്നത് ഭയന്നിട്ടാണ്. എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും വലിപ്പച്ചെറുപ്പമില്ലാതെ വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷണിച്ചിരുന്നു. നാം ആലോചിച്ച് നോക്കണം, ഇതെല്ലാം എന്തിനു വേണ്ടി? മമ്മൂട്ടിക്കാവാം, മോഹൻലാലിന് പാടില്ല. മോഹൻലാല് ഭയമാണ്, പെടുക്കും. മനസ്സിലായില്ലേ? ഭയന്ന് പെടുക്കും. അത് തന്നെയായിരുന്നു പൃഥ്വിരാജിന്റെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തിന്റെയും ഒക്കെ കഥയും അത് തന്നെയായിരുന്നു. ഒരു നല്ല കുടുംബം, സംഘ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു അവരുടെ ബാല്യവും യൗവനവും ഒക്കെ തന്നെ. ഇന്ന് അവർക്ക് ഭയമാണ്, അവരുടെ കരിയർ നഷ്ടപ്പെടുമോ? അത്തരത്തിലാണ് ഈ മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടന്മാരെന്ന് പൊതുസമൂഹം. ഇന്ന് അദ്ദേഹത്തിന് എന്താണ് അർഹത ഇതിന് പറയാനുള്ളത്? പൊതുസമൂഹത്തിനുള്ളിലെ എന്താണ് പറയുന്നത്? വെറുപ്പിന്റെ ബാലപാഠം പകർന്നു കൊടുത്തുകൊണ്ട് അതിനെ വടവൃക്ഷമായി വളർത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ മഹാനടൻ എന്ന് പറയാൻ പറ്റും? മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? വാസ്തവത്തില് ഇത് കള്ളക്കണക്കല്ലേ ഇവർ ചെയ്യുന്നത്? കള്ളമല്ലേ ഇവർ ചെയ്യുന്നത്? സിനിമ ഹറാമാണ് എങ്കിൽ, അന്തസ്സുള്ള മുസ്ലിം ആണെങ്കിൽ ഹറാമായ പ്രവൃത്തി ഞാൻ ചെയ്യില്ലടൂ. എനിക്ക് ഈ സിനിമയും വേണ്ട, സിനിമയിൽ നിന്നുള്ള പണവും വേണ്ട. എന്താ പറയാത്തത്? ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ, കേരളത്തിലെ ഒരു വ്യാപാര ശൃംഖല തകർത്തത്, അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? ഒരു പള്ളിയുടെ മുമ്പിൽ ഹോൺ അടിച്ചു പോയി എന്ന്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടോ എന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയായിരുന്നു. അപ്പൊ ഇത് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന, അതും അയാൾ പറയുന്നു അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് അതിനെ ഇങ്ങനെ വളർത്തി താലോലിച്ചു കൊണ്ടുവന്നത്. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത, മനുഷ്യത്വം മരവിച്ച, ശരീഅത്ത് നിയമങ്ങളെ മുറുകെ പിടിക്കുന്ന ഇവരെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ചെയ്യുമ്പോൾ തന്ത്രപരമായ സമീപനമല്ലേ മമ്മൂട്ടി നിങ്ങൾ ഈ ലോകത്തോട് കാണിക്കുന്നത്? ഇവരൊക്കെ തന്നെ ഹിന്ദു വിരുദ്ധന്മാരാണ്, യാതൊരു സംശയവും. അതിനകത്ത് ഈ മോഹൻലാലിനെ പോലെയുള്ളവര്, എന്റെ സുഹൃത്ത്, എന്തിനാ നിങ്ങൾ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? സാധാരണക്കാരൻ ചോദിക്കും. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ സാധാരണക്കാരനായിട്ട് സിനിമ കാണുന്നവനാണ്. നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും അങ്ങേയറ്റം അഭിമാനം കൊണ്ട ഒരു സാധാരണ ഹിന്ദുവാണ് ഞാൻ. ഒരു മഹാനടൻ എന്നുള്ള നിലയില് ഈ ഇസ്ലാമിക ഭീകരതയെ തളർത്താൻ ശ്രമിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായി സ്വപ്നം കണ്ടിരുന്നു മമ്മൂട്ടിയില്. എനിക്കിന്ന് കിട്ടിയത് എന്താണ്? തിരിച്ചടിയാണ് കിട്ടിയത്. ഞാൻ എങ്ങനെ ഈ മഹാനടൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ അംഗീകരിക്കും? എന്നെയും എന്റെ കുടുംബത്തെയും മാത്രമല്ല, എന്റെ സമൂഹത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ മതത്തെയും മൂടോടെ നശിപ്പിച്ച് എന്റെ രാഷ്ട്രത്തെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കച്ചകെട്ടിയിറക്കുന്ന ഈ വ്യക്തിത്വത്തെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നാം ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും 1, 2, 3 എണ്ണി പറയുക. MM മണി പറഞ്ഞ പോലെ അല്ല, ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കുക. അയാളുടെ എല്ലാ പ്രവൃത്തിയും ഘട്ടം ഘട്ടമായിട്ടാണ്. സിനിമയിൽ കടന്നു വരുന്ന സമയത്ത് മഹാമാന്യനായിട്ട്, രണ്ടാമത് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, മൂന്നാമത് വന്നു കഴിഞ്ഞപ്പോ കൃത്യം സുഡാപ്പിയായിട്ട്. അപ്പൊ അയാളുടെ എല്ലാ കഴിവുകളും അയാളുടെ എല്ലാ സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് അതിമഹത്തായ ചിരപുരാതനമായ നിത്യനൂതനമായ സനാതന ധർമ്മത്തെ മൂടോടെ പിഴുതെറിഞ്ഞുകൊണ്ട് അതിന്റെ സംരക്ഷകരായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ, അത് വിശ്വശാന്തിക്ക് വേണ്ടി ഈ ലോക സമക്ഷം ബഹുജന സുഖായ ബഹുജന ഹിതായ ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതിനെ അംഗീകരിക്കാൻ മഹാനടനായ ഈ സുഡാപ്പി മഹാനടൻ മമ്മൂക്കയ്ക്ക് തയ്യാറുണ്ടോ? ഒരു തരവില്ല. ഇവരെയൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഇന്ന് സുഡാപ്പികളുടെ കയ്യിലായി. ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഈ കള്ളപ്പണം ഏറ്റവും കൂടുതൽ ഒഴുക്കുന്ന, സദാചാര ബോധം നഷ്ടപ്പെടുത്തുന്ന, പകൽമാന്യന്മാരായിട്ട് ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ നടക്കുന്നതായിട്ടുള്ള ഒരു മേഖലയെ ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഏറെ ബഹുമാന്യനായ രാമസിംഹൻജിയെ പോലെയുള്ള ആളുകള്
പുറത്തു കൊണ്ടുവന്നിട്ട് സിനിമയെ യഥാർത്ഥ കലയായി സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജനങ്ങളുടെ ഹൃദയത്തിനെ തണുപ്പിക്കുന്ന, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ, അവന് നല്ല ഉത്തമമായ ഉദാത്തമായ ജീവിത സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന മതസൗഹാർദ്ദവും അതേപോലെ തന്നെ മതനിരപേക്ഷതയും സർവധർമ്മ സമഭാവനയും പകർന്നു കൊടുക്കുന്ന തരത്തിലാവണം നമ്മുടെ സിനിമ. അത് ഞാൻ മമ്മൂട്ടിയെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സിനിമയിലൂടെ നിങ്ങൾ ഈ സന്ദേശം പകർന്നു കൊടുക്കാൻ തയ്യാറാണോ? അതിൽ ചെയ്യില്ല. കാരണം എന്താണ്? ലോക ഇസ്ലാമിക ഭീകര സംഘടനയുടെ കയ്യിലെ ടൂളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അയാള്, മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ബഹുമാന്യനായ VK ബൈജുവിനോട് ഞാൻ ഒരൊറ്റ കാര്യം അപേക്ഷിക്കുകയാണ്. ഇതൊരു അപേക്ഷയാണ്. നമ്മുടെ സ്വപ്ന സുരേഷിനെ കൂടി കിട്ടിയാൽ അടുത്തത് ഈ വിഷയം ഒന്ന് ചർച്ചയ്ക്കെടുത്താൽ വളരെ ഗംഭീരമായിട്ട് അവർ തുറന്നടിച്ച് പറയും. ഇസ്ലാമിക ഭീകരരുടെ കയ്യിലെ ടൂളായിരുന്നു ഒരു കാലഘട്ടത്ത് മതം മാറ്റപ്പെട്ട, ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട ആ മഹനീയ വനിത. അവര് ഝാൻസി റാണിയാണ്. അവർ ഈ അനീതിക്കെതിരെ താൻ ചെന്ന് പെട്ടത് ഈ പടുകുഴിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് പ്രതികരണത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോൾ അവരുടെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ ഈ സ്വർണ്ണ കള്ളക്കടത്തടക്കം ഈ രാജ്യത്തെ ഫണ്ടിങ് ഏജൻസീസ് ആരൊക്കെയാണ് ഇവിടുത്തെ ഈ കള്ള സിനിമ നിർമ്മാതാക്കളുടെ പോക്കറ്റിലേക്ക് എത്തുന്ന, ഈ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ കലുഷിതമാക്കുന്ന, ഇവിടെ ഈ മയക്കുമരുന്ന് എന്താണ് പുറം ലോകത്തെ ഒറ്റ ഷിപ്മെന്റേ പിടിച്ചുള്ളൂ. ആ ഒറ്റ ഷിപ്മെന്റിൽ വന്നത് 26,000 കോടി രൂപ വിലയുള്ള MDMA-യും അതേപോലെയുള്ള വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളും ഡ്രഗ്സുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ആകെ ജനസംഖ്യ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എബൌട്ട് എന്നും പറഞ്ഞെടുത്താൽ പോലും 4 കോടി എന്ന് നമ്മൾ കണക്കാക്കിയാലും ഒരു വ്യക്തിക്ക് 6,000-നും 6,500-നും ഇടയിൽ കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലെ ഒറ്റ ഷിപ്മെന്റിൽ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് ഇനിയും പിടിക്കണം. ഇത് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണിത് കൊണ്ടുവരുന്നത്? ആരുടെ കൈകളിലേക്കാണ് ഇതിന്റെ പണം പോകുന്നത്? ഇത് പിടിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല. കാരണം ഈ കേരള സർക്കാരിനെ, അത് ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും, രണ്ടു മുന്നണിയും ഇന്ന് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണ്. ഏത് മാറി മാറി വന്നാൽ ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്, തുറന്നു പറയുന്നതിൽ വളരെ വിഷമത്തോടു കൂടിയാണ്, സത്യം പറയാതിരിക്കാൻ ഒരു പരിധി വരെ. ഉടനെ കാണും വല്ല മാറ്റം വന്നാലും ഇതിങ്ങനെ തന്നെ പോകുമോ എന്നൊരു ആശങ്കയുമുണ്ട്. കാരണം ഇപ്രാവശ്യം വന്ന ഈ സെൻട്രൽ നോട്ടറിമാരുടെ ലിസ്റ്റ് കണ്ടപ്പോ കൊലപാതകളെ സഹായിച്ച മാന്യന്മാരുടെ ലിസ്റ്റ് അതിനകത്ത് കണ്ടപ്പോ ചങ്കടിച്ചു പോയി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തില് നമ്മുടെ രാജ്യം പോകുന്ന സമയത്ത് ഇതിനൊരു പരിഹാരം കാണാം. എന്താണ്? എല്ലാവരും മമ്മൂട്ടിയെ സൂചിപ്പിക്കണം. രാമസിംഹനായി പോയത് അലി അക്ബർ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു. അലി അക്ബർ രാമസിംഹനായത് കൊണ്ട് രാമസിംഹനെ എത്രത്തോളം ചവിട്ടി താഴ്ത്താമോ, എത്രത്തോളം ഇകഴ്ത്താമോ, എത്രത്തോളം തകർക്കാമോ, അതിന്ന് ഏറ്റവും എന്താ പറയുന്നത് ഡിമാൻഡുള്ള ഒരു ഐറ്റമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയണം. എനിക്ക് സമയക്കുറവ് മൂലം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരവസരം തന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുവാനുണ്ട്. ഹൃദയവേദനയോടുകൂടിയാണ് പറയുന്നത്. ഈ കാപട്യം, ഈ സാംസ്കാരിക നായകന്മാരായി ജനം വിലയിരുത്തുന്ന ഈ സിനിമ ഇന്നും ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു കലാരൂപമാണ്, നെഞ്ചേറ്റിയിട്ടുള്ളതാണ്. അവന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കഥകളിയോ അല്ലെങ്കിൽ മറ്റൊരു ഐറ്റം മാതിരിയല്ല. സർവ്വസാധാരണക്കാരന് പോലും പെട്ടെന്ന് വളരെ വേഗത്തിൽ അവനിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് സിനിമ. ആ സിനിമയിലെ കഥാതന്തു അത് പരമപ്രധാനമാണ്. ആ കഥാതന്തുവാണ് യഥാർത്ഥ ഭാരത ചരിത്രത്തെയും ഇവർക്ക് എന്തുകൊണ്ട് വേർന്നെടുക്കാൻ സാധിക്കുന്നില്ല? വേറെ എന്തെല്ലാം സിനിമയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നു. പക്ഷേ സനാതന ധർമ്മത്തെ മൂടോടെ പിഴുതെറിയുക, അത് ലോക ഇസ്ലാമിക ഭീകരന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ്, ലോക ഇസ്ലാമിക ഭീകരന്മാരുടെ അജണ്ടയാണ്. അവരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഈ സിനിമാ ലോകം, സിനിമാ രംഗത്തെ ആളുകൾ. ഒന്നുകിൽ
നിശബ്ദരാക്കപ്പെടുന്നു, മറ്റവർ പരസ്യമായി രംഗത്ത് വരുന്നു. മമ്മൂട്ടിയെ പോലെയുള്ളവർ ഇന്ന് നിശബ്ദരായിരിക്കുന്ന മോഹൻലാൽ അടക്കം മമ്മൂട്ടിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നാളെ രംഗത്ത് വരും എന്ന് കേരള ജനത ഭയപ്പാടോടെയാണ് കാണുന്നത്. പക്ഷേ സർവേശ്വരൻ ഇതിനെതിരെ പ്രതികരിക്കും. കാലോചിതമായ പ്രതികരണം ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമായി വന്നിട്ടുണ്ട്. ആ കാലോചിതമായ പ്രതികരണത്തിന്റെ മുമ്പിൽ ഇവന്മാരല്ലേ ഈയാംപാറ്റകളെ പോലെ വെന്തെരിയും എന്നതിന് രണ്ടു പക്ഷമില്ല. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സമയത്തിന്റെ ഇത്തിരി പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ പിൻവാങ്ങുകയാണ്. നമസ്കാരം. സാറ് ലീവ് ചെയ്തോളൂ. ഞാൻ ബാബാജിയിലേക്ക്. ബാബാജി, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ KS ചിത്ര എന്ന് പറയുന്നൊരു ഗായിക, നമ്മുടെ ഭാരതത്തിന്റെ വാനമ്പാടിയായിട്ട് തന്നെ എടുക്കാവുന്ന ആ ഒരു ഗായിക, ആ ഗായിക രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു കാര്യം, ഒരു ചെറിയൊരു കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാമക്ഷേത്രത്തിന്റെ ശ്രീരാമ നാമജപം ഒക്കെ പാടിക്കൊണ്ട് അതിനെതിരെ നടന്ന സൈബർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് ഈ പറയുന്ന മമ്മൂട്ടിക്ക് വേണ്ടി BJP-യിലെ തന്നെ ഒരു സംസ്ഥാന സമുന്നതനായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന, എന്നാൽ ഞാൻ ഇന്ന് രാധമോൾ, വീശ വെച്ച രാധമോൾ എന്ന് പച്ചയ്ക്ക് അയാളുടെ പോസ്റ്റിൽ തന്നെ പോയിട്ട് പ്രതികരിച്ചിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് ഞാൻ അയാളെ കാണുന്നത്. കാരണം ഒരു നേതാവ് അണികൾ ഉണ്ടെങ്കിലേ നേതാവ് ആവുന്നുള്ളൂ. പക്ഷെ ഇത്തരത്തിൽ അണികളുടെ മനസ്സിലെ സകല വിദ്വേഷവും വെറുപ്പും സമ്പാദിച്ച് കൂട്ടുന്നവനെ ഒരു നേതാവ് എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് രാഷ്ട്രീയം അല്ല വലുത്, എന്റെ രാഷ്ട്രമാണ്, അതിനുശേഷം എന്റെ സമുദായമാണ്, എന്റെ സംസ്കാരമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ആ സംസ്കാരത്തിനെതിരെ ആര് ഏതൊരു ജിഹാദിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും മീശ വെച്ച രാധ എന്നല്ലാതെ അയാളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നും ഈ പറയുന്ന ചിത്ര ചേച്ചിക്കോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ ഇതുവരെ ഒട്ടേറെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സിനിമാ നടൻ, നടിമാർ അല്ലെങ്കിൽ ഗായികമാർ ഇവർക്കൊന്നും വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ അങ്ങേക്ക് ആ ഒരു വീക്ഷണം വരുന്നത്? നമ്മള് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആ ഒരു ആരംഭത്തിന്റെ ഭാഗമായിട്ട്, പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് ചിത്ര ആലപിച്ച രാമസ്തുതി, രാമമന്ത്രം, അതുമായി ബന്ധപ്പെട്ട് അവരെ തന്നെ ഒരു സംഖ്യയാക്കി ചിത്രീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാം. പരമാവധി തേജോവധം ചെയ്തു. അവരൊരു ഭക്തയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ കുട്ടിയുടെ കാര്യം മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഒരു രാമഭക്ത അല്ലെങ്കിൽ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഹിന്ദു രീതിയിൽ സഞ്ചരിക്കുന്ന അവരെ സംബന്ധിച്ചിട്ട്, പക്ഷെ സംഗീതം തന്നെ നമുക്കറിയാം, അത് വേദപാരമ്പര്യമാണ് സംഗീതമൊക്കെ. അപ്പൊ ആ ഒരു അനുഗ്രഹീത കലാകാരി ഒരു രാമമന്ത്രം ചൊല്ലിയതിന് തന്നെ അവരെ അത്ര കണ്ട് തേജോവധം ചെയ്തു, ആരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ നമുക്കൊരു കാര്യം പറയാനുള്ളത്, രാമക്ഷേത്രത്തിന്റെ ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തോട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഭീരുക്കളായിരിക്കുന്ന സിനിമാ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും സാമുദായിക നേതാക്കളെയൊക്കെ വിളിച്ചു എന്ന് അദ്ദേഹം പറയണ്ടായി. നമുക്കറിയില്ല, പറയണ്ടായി. പക്ഷെ നമുക്ക് പറയാനുള്ള വീരന്മാരായിട്ടുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും. അവരെയൊന്നും വിളിച്ചിട്ടില്ല. ഇതിന് കാരണം എന്താന്നൊക്കെ ഇവരൊക്കെ തന്നെ പറയും വേണം. കാരണം ഇത്തരം പഴുതുകൾ ഉണ്ടാക്കുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പഴുതുകൾ ഉണ്ടാക്കുന്നു വീരന്മാരുണ്ട് ഇവിടെ എല്ലാ മേഖലയിലും. ആരടാ ചോദിച്ചാൽ ഞാനാടാന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ തന്നെയാണ് അങ്ങ് പറഞ്ഞ രാഷ്ട്രീയ BJP നേതാവിന്റെ കാര്യം. ഇവിടെയാണ് ഹിന്ദു കേവലം ഒരു BJP-യുടെ അടിമയല്ല. അപ്പൊ നമ്മളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ആളല്ല, ഒരു മതസംഘടനയുടെ ആളല്ല. നമുക്ക് സ്വതന്ത്ര ഹിന്ദുവാണ്, ഒരു ഹിന്ദുവാണ് നമ്മൾ. ആ ഹിന്ദുവിന് ഏത് ഭാഗത്ത് എന്തുണ്ടായാലും അധാർമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അധർമ്മമാണെന്നും അവിടെ ധർമ്മം എന്തെന്നും പറയുകയും വേണ്ടി വന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിലപാടാണ് നമുക്കുള്ളത്. എപ്പോഴും ചെയ്യാമെന്നല്ല, ആവശ്യത്തിന് മാത്രമാണ് നമ്മുടെ ഭഗവാന്മാരും അല്ലെങ്കിൽ വീരപുരുഷന്മാരും ആയുധമെടുക്കുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. നമ്മളെയൊക്കെ നിലപാടും അങ്ങനെ തന്നെയാണ്. വേണ്ടി വന്നാൽ ചെയ്യും, വാക്കുകൊണ്ടൊന്നും. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ മാന്യദേഹം, അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു മുസ്ലിം ഒരു നാമത്തിലുള്ള ഒരു സംഘടനയുടെ, ഒരു മതസംഘടനയുടെ ഒരു പരിപാടിക്ക് പോയി സംസാരിച്ച് നമ്മളൊക്കെ കണ്ടതാണ്. ആ വ്യക്തി അതിൽ പോയി പറഞ്ഞിട്ട് പല ആൾക്കാർക്കൊന്നും തോന്നിയില്ല. എന്നാൽ ചണ്ടാള ബാബ ലീഗിന്റെ ഒരു വേദിയിൽ പോയി, അങ്ങനെ ശ്രദ്ധയെ കൂടെ ലീഗിന്റെ ഒരു വേദിയിൽ പോയി, പാലക്കാട് ജില്ലയിൽ പാണക്കാട് ഞങ്ങൾ നയിച്ചൊരു സ്നേഹ സൗഹാർദ്ദ സംഗമം എന്നൊരു വേദിയിലേക്ക് ക്ഷണം കിട്ടി. നമ്മള് ഒരു ഹിന്ദു ആചാരനാവുമ്പോൾ തന്നെ നമ്മൾ ചില ആളുകൾ ജാതി കാണുന്നുണ്ട്, അത് മതത്തിനകത്തും പുറത്തുള്ളവരും രാഷ്ട്രീയക്കാരൊക്കെ കാണുന്നുണ്ട്. നമ്മളില്ല. ഇപ്പൊ രാമസിംഹൻജി മതം വിട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതം കാണുന്ന പോലെ നമ്മളിലെ ജാതി കാണുന്ന ആളുകൾ. അപ്പൊ നമ്മൾ അവിടെ പോയി സംസാരിച്ച കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജാതീയമായ വിഷയങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും
പട്ടികജാതിക്കാരെന്തോ താഴ്ന്നവരാണെന്ന് പറയണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയണ്ട, പട്ടികജാതിക്കാരും പട്ടികവർക്കാർക്കും ആത്മാഭിമാനം ഉണ്ട്, താഴ്ന്നവരല്ല എന്നാ പറഞ്ഞത്. മറ്റൊന്ന് ഇവിടെ നടക്കുന്നതായിരിക്കുന്ന മറ്റ് വിഷയങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ ചണ്ടാള ബാബ ഹിന്ദു വിരുദ്ധനാണെന്ന് തോന്നിയ പല ആളുകളും ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ BJP-യിലെ ശ്രീധരൻ പിള്ളയെ പോലെയുള്ള പിള്ളമാരെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളിടത്താണ് അങ്ങയെ പോലുള്ള ആളുകളുടെ ഈ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുള്ളത്. കാരണം വെച്ചാൽ BJP അല്ല ആര് തന്നെ പറഞ്ഞാലും ശരി, ഹിന്ദു വിരുദ്ധത പറഞ്ഞാൽ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ പറയുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യുന്നു വേണം. കാരണം ഇവിടെ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് അങ്ങോ ഇവിടെ ഇരിക്കുന്ന രാമസിംഹൻജിയോ നമ്മളോ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തെ പറഞ്ഞത് നമ്മളല്ല. അദ്ദേഹം ഇത്തരത്തിലൊരു തീവ്രവാദ നിലപാടുണ്ട് എന്ന് നമ്മൾ ആരും ഇപ്പോഴും പറയുന്നില്ല. അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ എന്തിനും തന്നെ 153A ഒക്കെ ചാർത്തി എപ്പോഴും നമ്മുടെ പേരിലുണ്ട് ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ ഏത് കാര്യത്തിനും ഈ കുട്ടികൾ എന്തെങ്കിലും കഴിഞ്ഞാൽ വയറിളകുന്ന പോലെ എപ്പോഴും ഈ നിയമം എടുത്ത് ഫയറ്റുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രസ്താവന ഇറക്കിയ ആൾക്കെതിരെ ഇവർ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നില്ല, ഒരു കേസ് എടുക്കുന്നില്ല, സ്വമേധയാ കേസ് എടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ മതേതരത്വം പറയുന്നവർക്കാകാമല്ലോ. ഇതിപ്പോ ഇന്ന് ഈ മാധ്യമത്തിൽ നിന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ 3 പേർക്കും 4 പേർക്കും എതിരെ കേസാണ്. എന്നാൽ എന്തുകൊണ്ട് ഇവരുടെ മുട്ടിടിക്കുന്നു? ഇവിടെ മതേതരത്വം പറയുന്ന ആളുകൾക്ക് എന്താ ഒരു ഭാഗത്തെ മതത്തിന്റെ, അതൊരു മതത്തിന്റെ ആളുകളെ നമ്മൾ പറഞ്ഞില്ല. നമുക്ക് ഇസ്ലാമിക മതത്തെ ഇഷ്ടമാണ്, സ്നേഹമാണ്, നമുക്ക് മുഹമ്മദ് നബിയൊക്കെ ആർക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നമുക്ക് സ്വീകാര്യനാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്നെ മുഹമ്മദ് നബിയുടെ ആശയങ്ങളെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടായി. നമ്മൾ ആ സൈഡിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഹദീസുകളൊക്കെ എന്താ വെച്ചാല് തോന്നിയ പോലെ മുല്ലാമാർ എഴുതി ഉണ്ടാക്കിയത്, നമുക്ക് എല്ലാവർക്കും കാര്യം എഴുതി ഉണ്ടാക്കിയാണ്. ഇപ്പൊ നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി ഉണ്ടാക്കിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആ കാലഘട്ടത്തിലെ നിയമമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ നമുക്ക് സ്വീകാര്യമായി ഇസ്ലാമിക സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നേ എന്ന് പറയുമ്പോൾ നമ്മളത് പറയുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയല്ല, ഇസ്ലാമിന് എതിരെയാണ് നമ്മളുടെയൊക്കെ വാക്കുകൾ. അതുകൊണ്ട് നമ്മളൊക്കെ എന്തോ ഭീകരന്മാരാണ്, ഹിന്ദു ഭീകരന്മാരാണ് ചിത്രീകരിക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് കേസെടുത്തൂടാ ഇവിടെ? അതുകൊണ്ട് ഈ പറഞ്ഞ BJP നേതാവായാലും ശരി, ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എന്തോ എന്നുണ്ടെങ്കിലേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അത് അക്ഷരം എഴുതണമെങ്കിൽ അത് വേണം. അപ്പൊ ആ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു ബോധ്യം വേണം. ഈ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ടായിരിക്കരുത്, ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത്. ഞങ്ങൾ ആരും തന്നെ നേതാവേ, ആ നേതാവിനോട് ഞങ്ങൾ ആരും തന്നെ നേതാവേ മഹാനായ മമ്മൂട്ടി തീവ്രവാദിയാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞവരുണ്ട്, അവരെ കുറിച്ച് പറയുകയും അവർക്ക് എന്തായാലും ഇവർക്ക് ഇപ്പോഴും ഒരു പിടിപാടുണ്ടാവുമല്ലോ. ഒരു നേരാമണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡും കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനൊരു അന്വേഷണം കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ നേരെ ഇവര് വന്ന് ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലാണ്ട് കേവല രാഷ്ട്രീയക്കാരുടെ നിലപാടെടുക്കരുത്. കേരളത്തിനൊരു അധികാരം പോലും ഇല്ലാണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജാതീയമായിട്ട് രാമസിംഹൻജി പറഞ്ഞ പോലെ തന്നെയാണ്, ജാതീയമായിട്ട് പലപ്പോഴും ഇവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. ഹിന്ദുവിന്റെ ജാതി മാത്രമാണ് വിഷയമാക്കുന്നത്. ഇവിടെയാണ് നമ്മളൊക്കെ കുട്ടിയാവുമ്പോൾ കണ്ട മോഹൻലാലിന്റെ ഒരു സിനിമയാണ് ആര്യൻ എന്ന് പറഞ്ഞൊരു സിനിമ. ആര്യൻ സിനിമയിൽ മോഹൻലാൽ ഒരു നമ്പൂതിരി കഥാപാത്രമാണ്. അപ്പൊ ഇയാളെ കൂട്ടുകാരനായിരിക്കുന്ന ശ്രീനിവാസൻ അന്ന് നാടകം കളിക്കുന്നത് വാഴക്കൊലയാണ്, ജി ശങ്കരക്കുറുപ്പിന്റെ വാഴക്കൊല. അപ്പൊ മോഹൻലാൽ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ഈ ശ്രീനിവാസനോടോ, താൻ ഇന്നും ഈ വാഴക്കൊല വെട്ടിക്കൊണ്ടുപോകുന്ന ഫ്യൂഡൽ പ്രഭുവിന്റെ കാര്യം പറയുമ്പോൾ അയാളുടെ ഇല്ലത്ത് അന്നത്തിന് വകയിലിട്ട് വാഴക്കൊല കട്ട് കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഇന്നും നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുമ്പോൾ ചണ്ടാളബാബയ്ക്ക് ഒരു ജാതീയക്കാരെയും സൂചിപ്പിക്കേണ്ട ആവശ്യം, പക്ഷെ ഇന്നും ഇതിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഇവിടുത്തെ സാമൂഹികമായ വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. പലപ്പോഴും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഉണ്ട്. ജാതി പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്പൂതിരിമാരുണ്ടാക്കി വെച്ച ജാതിയാണെങ്കിൽ എന്തിനാ ഈ പാണനും പറയനും വേട്ടുവനും ഒക്കെ പരസ്പരം ജാതി കൊണ്ടു നടക്കുന്നത്? ഈ നമ്പൂരി ഉണ്ടാക്കിയതാണെങ്കിൽ ഇവന്മാർക്ക് അത് വലിച്ചെറിഞ്ഞൂടെ? അപ്പൊ അതെന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? ഇനി ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പുഴു സിനിമ എന്ന് വെച്ചാൽ കെവിൻ പീറ്ററിന്റെ കഥയാണ് ശരിക്കും ഇത് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അത് വേണ്ട, ഒരു മുസ്ലിമിന്റെ തങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു ഒസാന്റെ കഥ പറയാമല്ലോ ഇവർക്ക്. ഒസാന്റെ കഥ പറയാൻ പറ്റില്ലേ? മമ്മൂട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ള, ഇയാളെ പായേരി മാണിക്യത്തിലൊക്കെ നന്നായി അഭിനയിച്ചതാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഒരു തങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു ഒസാൻ ഇത് പറയാൻ കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ മുജാഹിദിന്റെ ആളുകളുടെ ചാനൽ തന്നെ ഒരു വാർത്ത കൊണ്ടുവന്നാണ്. തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ഒരു ഒസാൻ പള്ളി കമ്മിറ്റി പോയിരുന്നേനെ അവിടുത്തെ ആള് വിളിച്ചിട്ട് അദ്ദേഹത്തിനെ ഇമാമെ വിളിച്ചിട്ട് പറയാണ്, എടോ അന്റെ വാപ്പി അന്റെ പൂർവികർ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ടില്ല, പിന്നെ ഇജ്ജ് വന്നിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇജ്ജ് പുറത്തേക്ക് പോ,
അന്നൊന്നും ഇവിടെ കയറ്റാൻ പറ്റൂല, നിങ്ങൾ ഇതൊരു കീഴ്വഴക്കാണെന്ന് മനസ്സിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതെന്തുകൊണ്ട് സിനിമയാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല? ഇനിയിപ്പോ നവീന ഒരു ഇസ്ലാമിക പുരോഗമനവാദികളായിരിക്കുന്ന മതപ്രസ്ഥാനങ്ങളിലുള്ള മുജാഹിദും ജമായത്തും ഷിയയൊക്കെ പറയുന്നത്, കേരളത്തിൽ പറയുന്നതാണ് ഞങ്ങൾ നവീന ഇസ്ലാമാണ്, ഞങ്ങൾ പഴയ പോലുള്ള കാഴ്ചപ്പാടല്ല പെണ്ണുങ്ങൾക്കും പള്ളിയിൽ വരാന്ന് പറയുന്ന ആളുകളാന്ന് പറയുമ്പോൾ ഈ ജാതീയതയെ എന്തുകൊണ്ട് ഇവർക്ക് സിനിമയാക്കി കൂടാ? സ്വന്തം സമൂഹത്തിലെ പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മുസ്ലിം പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരും മുസ്ലിങ്ങളിലും ഉണ്ട്, അവരൊക്കെ പ്രവർത്തിച്ചത്. എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു മാധ്യമം, സിനിമ എന്ന് പറയുന്ന മാധ്യമം, സിനിമയെ കൈകാര്യം ചെയ്യുന്ന രാമസിംഹൻജി പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിലല്ല വരും കാലഘട്ടത്തിലും വലിയൊരു ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഒരു കാലത്ത് ഹറാമാണെന്ന് പറഞ്ഞ് TV പോലും വാങ്ങാതിരുന്ന ആളുകള് ഇന്ന് സിനിമ മാധ്യമമാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം മതം പ്രചരിപ്പിക്കൽ തന്നെയാണല്ലോ. അപ്പോൾ ആ മതത്തിന്റെ ഉള്ളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇസ്ലാമിലെ ഈ പറയുന്ന ഈ ഒസാനോടൊന്നും കാണിക്കുന്ന ഈ ജാതി വിവേചനം ഒരു തങ്ങളുടെ വീടിന് കല്യാണം കഴിക്കുന്ന വെച്ചുകൊണ്ട് ഇവർക്ക് കാണിച്ചുകൂടാ? എന്നിട്ട് ആ മാറ്റത്തെ കാണിച്ചു കൊടുത്തൂടാ? പക്ഷെ അത് ഉണ്ടാകുന്നില്ല. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നമ്മൾ ആ സിനിമ കാണും, ഒരുപാട് ആഗ്രഹിച്ചയച്ച് എവിടെന്നെങ്കിലും കാണത്തില്ല, തപ്പിപ്പിടിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാ കണ്ടപ്പോൾ നമുക്ക് സ്വതവേ ഒരു മോഡേൺ ചിന്തയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ആർത്തവം എന്ന് പറയുന്ന സാധനത്തെയൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതിനൊക്കെ നമ്മൾ എതിരാണ്. കാരണം വെച്ചാൽ നമ്മൾ വാമാചാരം ഫോളോ ചെയ്യുന്ന ആൾ, ഞങ്ങൾ ആർത്തവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ഹിന്ദുക്കൾക്ക് തന്നെ അറിയില്ല ആർത്തവം എന്ന് പറയുന്നത് മോശം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആർത്തവത്തെ ആരാധിക്കുന്ന ആളുകൾ, ആർത്തവവും മഹോത്സവമായിട്ട് ഫസ്റ്റിലല്ല എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ആ ഒരു പാരമ്പര്യം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത്, അത് ആദരിക്കപ്പെടുക. സ്ത്രീകൾക്കൊന്നും ഒരിക്കലും ഭേദബുദ്ധിയില്ല, ഒരു അർത്ഥത്തിലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായത്തിൽ അത് കാണിക്കുമ്പോൾ ഈ ഹിന്ദുവിന്റെ മാത്രമാണ് ഈ ആർത്തവമുള്ള സ്ത്രീക്ക് നമസ്കരിക്കണ്ട, ഒന്നും കിതാബ് പിടിക്കണ്ട എന്നുള്ളത് ഇസ്ലാമിലുമുള്ളതാണ്, ക്രിസ്ത്യൻ മതങ്ങളിലുമുള്ളതാണ്. എന്തുകൊണ്ടേ നമ്മൾ ആ മതത്തിൽ നിന്ന് കുറ്റം പറയുന്നില്ല. ആ സ്ത്രീക്ക് റെസ്റ്റ് വേണം, അവരൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അത് പടച്ചോൻ പുറത്തു കൊടുത്തോളുന്നാണ്. അത് എടുക്കണ്ട എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ ഇത് പറഞ്ഞത് കൊട്ടിഘോഷിച്ച് മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായി അതിനെതിരെ മതേതരത്വത്തിന്റെ വക്താക്കളായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വന്നപ്പോ എന്തുകൊണ്ട് ബിരിയാണി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു? ബിരിയാണിയിൽ അഭിനയിച്ച് നമ്മളുടെ മറ്റേ എന്താ ഒരു പുരോഗമനം പറയുന്ന അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല, മൈത്രേയന്റെ മകൾ കനി കുസൃതി, മൈത്രേയന്റെ മകൾ. മൈത്രേയനെ നമുക്ക് ഇഷ്ടമാണ്, അയാളുടെ സ്വതന്ത്ര ചിന്താഗതി കൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടം, അല്ലാണ്ടൊന്നുമല്ല. മറ്റുള്ള വിഷയങ്ങളല്ല, സ്വതന്ത്ര ചിന്താഗതിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ അഭിനയിച്ച ഒരു ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ അതിനെ കുറിച്ചൊരു വാക്ക് മിണ്ടാൻ അഭിപ്രായം പറയാനുണ്ടല്ലോ, അത് മോശമാണ് എന്ന അഭിപ്രായത്തിൽ അവർക്ക് പോയതെന്നാണ് പറയാൻ പാടില്ല. അതിൽ പറഞ്ഞ വളരെ പച്ചയായിട്ടുള്ള ഇസ്ലാമിന്റെ. ഇത് മാത്രമല്ല, ഈ നമ്മളുടെ ലെന അഭിനയിച്ചൊരു സിനിമയുണ്ട്, അവരഭിനയിച്ചപ്പോൾ തന്നെയാണ് ഒരു മൊല്ലാക്ക ഭർത്താവിനെ ഒരു പൊതുവേദിയിൽ ഇരുന്നൊരു വാദം നടത്തുമ്പോൾ ഒരു വീഡിയോ ആണത്. ഭർത്താവിന് എന്താ വെച്ചാൽ തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ 2 കെട്ടാന്ന് ചോദിക്കുമ്പോൾ ഈ ലെന എണീറ്റ് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അങ്ങനെ ഈ സ്ത്രീക്ക് ഒരു ഭർത്താവിൽ നിന്ന് സംതൃപ്തി കിട്ടില്ലെങ്കിൽ 2ഓ 3ഓ കെട്ടാൻ പറ്റുമോ ഉസ്താദെ ചോദിക്കുന്ന സിനിമകൾ വന്നു. എന്തേ ചർച്ച ചെയ്യാത്ത? അത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യാമല്ലോ, അത്തരം വിഷയങ്ങൾ. അപ്പൊ ഈ മാധ്യമത്തെ ഇവർക്ക് ഉപയോഗിക്കാമല്ലോ, അതുണ്ടാകുന്നില്ല. അപ്പൊ പിന്നെ കൂടാതെ ഗദ്ദാമ പോലുള്ള സിനിമ വന്നു, ഗൾഫിലും മറ്റും നടക്കുന്ന വിഷയങ്ങള്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോ ഇതിനെ എന്തുകൊണ്ട് ഈ രീതിയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനേ പറ്റില്ല? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മളൊരു കേരള സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അത് വിഷയമാണ്. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം, ഇന്ന് സിനിമ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും നിത്യേന കേൾക്കുന്നതാണ്. ഇപ്പൊ ഇതിനെ കുറിച്ചൊരു റിവ്യൂ പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇതിനെ പരസ്യങ്ങൾ വരുമ്പോ ഒക്കെ പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങി സെക്കൻഡ് വെച്ചിട്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ അടുത്ത സെക്കൻഡിൽ പറയാണ് 100 കോടി കളക്ഷൻ, 200 കോടി കളക്ഷൻ. എന്ത് കളക്ഷൻ? ഇത് എന്താ കളക്ഷൻ? ഇവിടെയാണ് രാമസിംഹജി പറഞ്ഞതിനോടൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഈ 100 കോടി കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തിയേറ്ററിൽ പോകുന്ന ഏതൊരു മനുഷ്യനാണ് 100 കോടി കളക്ഷൻ ഒക്കെ ഉണ്ടാവുന്നില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, ഇത്രയും കോടി എന്താണ്? ഇവർക്ക് കള്ളപ്പണത്തെ വെളുപ്പിക്കാനുള്ള ഉപാധി മാത്രമാണ്. ഈ മറ്റേ എന്തെങ്കിലും കാട്ടിക്കൊണ്ട് എല്ലാവർക്കും ആണ് മേഖലയാണ് ഈ പണത്തെ എങ്ങനെയാണ് വെളുപ്പിക്കുക കറുപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ വലിയ ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ ഒരേ സമയം ഇവിടുത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുള്ള ഒരു മാർഗമാവുകയും അത് തീവ്രവാദമായിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കി. എന്റെ കുട്ടിക്കാലത്ത് ഒരു വീഡിയോ കാസ്റ്റ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ 10 രൂപ വാടക കൊടുക്കണമെങ്കിൽ 1 രൂപ പിരിവിടും. അന്ന് ഈ മുസ്ലിം കുട്ടികളും തരില്ല, ഹറാമാണെന്ന് പറഞ്ഞിട്ട്. ഇന്ന് അതേ വിഭാഗമാണ് സിനിമ എടുക്കുന്നതും അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ അവരതിന്റെ സാധ്യതകളെ മനസ്സിലാക്കിയാണ്. സിനിമ കണ്ട കണ്ണൂട്ടി പോകുന്ന പറഞ്ഞ പണ്ട് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ കണ്ണൂട്ടെന്ന് പറഞ്ഞ ഒരു വിഭാഗം പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ട കണ്ണൂട്ടെന്ന് പറഞ്ഞ ആൾക്കാർ സിനിമ അഭിനയിക്കുക മാത്രമല്ല പാരമ്പര്യ സിനിമാ നടന്മാരായി. ഇപ്പൊ മമ്മൂട്ടിയുടെ മകൻ സിനിമാ നടനാണ്, പാരമ്പര്യമാണ് സിനിമാ നടൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നതൊക്കെ സൗബീന ആവട്ടെ, അങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഫഹദ്, ഇങ്ങനെ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരും യുവതികളും ഒക്കെ സിനിമയുടെ വിവിധ മേഖലയിലേക്ക് കടന്നു വരികയാണ്. വരണം, നമ്മൾ ഇവരൊന്നും മതം ചെയ്യുകയല്ല. പക്ഷെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ
ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെകഞ്ഞാൽ അപ്പുറത്തേക്കും ചെകയുന്ന ഒരു സ്വഭാവമൊക്കെയാണ് നമ്മളുടെ. ഇങ്ങോട്ട് ആക്രമിച്ചാൽ മിണ്ടാണ്ടിരിക്കുന്നില്ല. കാരണം നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് കഴിഞ്ഞാൽ ചിരിച്ച് കാണിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ തിരിച്ചു പറയാം. അപ്പൊ ഇവിടെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയും അന്വേഷിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് ഇത്തരം ആളുകൾ കടന്നു വരുന്നത്. കേവലം അഭിനയം മാത്രമല്ല, എല്ലാ മേഖലയും കൈയടക്കിയപ്പോൾ അവരതിന്റെ സാധ്യത, രാമസിംഹൻജി പറഞ്ഞതിന്റെ സാധ്യത മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെയാണ് സിനിമ എന്ന മാധ്യമത്തിന്റെ, ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ അത് പറയുന്ന പോലെ തന്നെ ദൃശ്യം എന്ന മാധ്യമത്തിന്റെ ഒരു എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സമൂഹത്തെ നയിക്കാൻ എന്നുള്ളത് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെയാണ് രാവൺ സിംഹൻജിനെ പോലുള്ള ആളുകൾ വന്നിട്ട് അദ്ദേഹം ഒരു സിനിമാ സംവിധായകനും ഒക്കെയാണ്. ഇപ്പൊ ഇത്തരമുള്ള ആളുകൾ കടന്നു വരികയും ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളുണ്ട്. ഇവരെ വേണ്ടവണ്ണം വിനിയോഗിച്ചുകൊണ്ട് ഈ മതത്തിന്റെ അന്തസത്തെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ നല്ല രീതിയിൽ കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മൾ കാണിക്കുന്നത് എന്താ? ഇന്നിപ്പോ ടി വിയിൽ ഇപ്പോ പോയി നോക്കിയ സീരിയൽ നോക്കിയാലും കാണാം ഹിന്ദു ഭവനങ്ങളെ ആ സീരിയലിൽ ഉണ്ടാവുള്ളൂ. ആ സീരിയലുള്ള എന്താണ്? അമ്മായിയമ്മ പോരും മരുമക്കളെ പോരും മാത്രം ഹിന്ദു കുടുംബം കാണുന്നൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം ഹിന്ദുക്കളെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ പോരും മാത്രമുള്ളതാണ്. നമ്മൾ ഏതോ കുറച്ചു കാലം മുമ്പ് കണ്ടാണ്, ഇതൊന്നും എതിരല്ലോ നമ്മളൊന്നും. പക്ഷെ എന്നാൽ പോലും ഈ അമ്മായിമ്മ പോരും ഈ കുത്തും തിരിപ്പും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു മുസ്ലിം നാമധേയത്തിൽ എന്താണ് എന്താ മൂസെ എന്ന് പറഞ്ഞ ഒരു കോമഡി സീരിയൽ ഉണ്ടായിരുന്നു. അതടക്കം ഒരു നല്ല രീതിയിൽ തമാശയായിട്ടാ പോയത്. പക്ഷെ ഹിന്ദുവിന്റെ കുടുംബം പറയുമ്പോൾ ഷേണായി ആയിരിക്കാം, നായരായിരിക്കാം, പിള്ളയായിരിക്കാം, മേനോനായിരിക്കാം, ഇവന്റെ കഥയെ പറയുള്ളൂ. പക്ഷെ ഇവിടെ ഫുള്ള് തമ്മിത്തല്ലും പോരായ്മയുള്ളതിന്റെ. അപ്പൊ ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ? അപ്പൊ ഇതല്ലാതെ നല്ലൊരു മെസ്സേജ് കൊടുക്കാമല്ലോ. ഇതൊന്നും കാണണ്ട എന്നല്ല. നമ്മൾ പ്രഭാഷകരും ആത്മീയാചാര്യന്മാരൊക്കെ പറഞ്ഞേക്കാം സീരിയല് കാണരുത്, TV കാണരുത്, സിനിമ കാണരുത്, 24 മണിക്കൂറും നാമം ജപിച്ചാൽ മതി അറിയുമ്പോൾ നമ്മളതല്ല പറയുന്നേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മാധ്യമം സിനിമയാണ്, ദൃശ്യാവിഷ്കാരങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ അമ്പലത്തിൽ പോലും ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ എന്താ പറയാ, അമ്പലങ്ങളിൽ നാടകം പറ്റില്ല. ഇവനെന്താ വേണ്ടേ? കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യമൊക്കെ വേണം. ഇതൊന്നും മോശമല്ല, നല്ല കലകൾ തന്നെയാണ്. പക്ഷെ ഇതാർക്കും മനസ്സിലാകാനാണെന്ന്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടുകൾ. അന്ന് തൊട്ട് ഇന്ന് വരെ KPSC കുറിച്ചൊക്കെ അവർ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നിലപാട് എന്താ? അവരുടെ നാടകങ്ങളും ചേരിയിലുള്ള നാടകങ്ങളും വിഷയങ്ങളും എന്താണ്? അവർ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവരെങ്ങനെയാണ് ഇന്നും അന്നും എന്നും കോരനെ അവരുടെ കുറ്റിയിൽ തളച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് അവരുടെ കലാപ്രകടനങ്ങളിലൂടെയാണ്. നാടൻ പാട്ടിലൂടെ ആയാലും ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന കഥകളിയൊക്കെ അകത്തിരുന്നിട്ട് വേണ്ട കേമന്മാര് കണ്ട് മനസ്സിലാക്കുന്നത്. അല്ലാതെ പൊതു സമൂഹത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് പുരാണ കഥകൾക്കപ്പുറം ഈ പറയുന്ന ഹൈന്ദവ അടിത്തറയുള്ള കഥകളെ നാടക രൂപേണ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല കലാകാരന്മാരുണ്ട്. ഇതെന്ത് വേണം? കേവലം എന്തെങ്കിലും പറയലല്ല, മറിച്ച് അടിസ്ഥാനപരമായി ഈ സാമൂഹിക വിഷയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരനും കാണിക്കുന്ന പോലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇത് പെട്ടെന്നുണ്ടാവില്ല. അവർ അടുത്തതിക്കൊക്കെ കിടക്കും. കാരണം അവർ മതപ്രഭാഷണങ്ങളൊക്കെ നിർത്തി ഈ പറഞ്ഞ സിനിമ പോലെ നാടകത്തിക്കൊക്കെ അവർ വരും. അപ്പൊ ആ സമയത്ത് എന്താണ്, നമ്മൾ അതിന് മുമ്പേ അവർ ചെയ്തോട്ടെ. നമ്മൾ അതിനു മുമ്പേ ഈ ക്ഷേത്രങ്ങളിലും മറ്റും ഈ പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ കേട്ട ആളുകൾ ബോറടിച്ച് ഉറങ്ങി 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് കയറി വരും, 1 മണിക്ക് ചോറും 1:30 ഇറങ്ങി പോകും. വൈകിട്ടാണെങ്കിൽ 8 മണി 6:30 ദീപാരാധനയ്ക്ക് വരും, കുറച്ചൊക്കെ സ്വറ പറയാൻ മണിക്കൂർ കേൾക്കും പോകും എന്നുള്ള കുറ്റം പറയുകയല്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് എന്താ അവർ കുറ്റമല്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു കാണാനും ആസ്വദിക്കാനും രീതിയിൽ ഈ ഒരു ധർമ്മത്തെ പഠിപ്പിക്കാൻ, ഭഗവത്ഗീതയാവട്ടെ, രാമായണമാവട്ടെ, കുലാചാരങ്ങളാവട്ടെ, ഇതിനെയൊക്കെ ധാർമ്മികമായി മോഹൻലാലിന്റെ സിനിമയിൽ പറഞ്ഞ കാണുമ്പോഴും കേൾക്കുമ്പോഴും കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അതൊരിക്കലും പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബയോളജി ക്ലാസ്സും സയൻസും കെമിസ്ട്രി ഒക്കെ ഫസ്റ്റ് പരീക്ഷവും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് വന്നാൽ പറയും, നമ്മൾ അത്യാവശ്യം ഒരു കലാകാരനാണ്, പറയും അവസാന 10 മിനിറ്റ് എന്റെ പേര് പൂർവാശ്രമ നാമം മന്ത്രി ഇയാള് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പല ശബ്ദങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കട്ടെ പറയും. എന്താ വെച്ചാൽ അത് കാരണം വേറൊന്നുമില്ല, അപ്പൊ ഈ കുട്ടികളെ മനസ്സിക്ക് കയറി വരും എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ധർമ്മത്തെ ദൃശ്യാവിഷ്കാരം നടത്തിക്കൊണ്ട് ഇതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അല്ലാണ്ട് കഥകളി വേണം മറ്റത് വേണം എന്ന് പറയില്ല. നമ്മൾ പുറകോട്ടാണ് പോകുന്നത്. ഹൈന്ദവർ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പ്രാകൃതമായ മതം നിൽക്കുന്ന ഒരു വ്യവസ്ഥ എന്നുകൊണ്ട് ഇന്നും ഇസ്ലാമിക മതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും പകൽ പോലെ അറിയുന്ന കാര്യമാണ്. എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ ധർമ്മം ഇന്നും പലപ്പോഴും പുറകോട്ടാണ് പോകുന്നത്. പുറകോട്ടല്ല, നമ്മൾ മുൻപോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് കാലത്തിന്റെ സാധ്യതകൾ. ഇപ്പൊ തന്നെ രാമസിംഹൻജിയെ പോലെ നല്ലൊരു ഒരു കഴിവുള്ള ഒരു കലാകാരൻ, ഒരു സംവിധായകൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് ബഡ്ജറ്റിലാണ് പടം വരുന്നത്. അപ്പൊ എങ്ങനെ കോടിക്കണക്കിന് ബഡ്ജറ്റിൽ അതിന് സിനിമ പിടിക്കാൻ പറ്റും? നമ്മൾ സിനിമാക്കാരനല്ലെന്ന് നമ്മുടെ ഏകദേശം ഏതൊരു മേഖലയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു സിവിൽ കൈകാര്യം ചെയ്ത ഒരാളാണ്, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ സഹായിക്കാൻ പറ്റിയ വിവിധ മേഖല, ക്യാമറാമാൻ ആയിരിക്കാം, റൈറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അസോസിയേറ്റ്സ് ആയിരിക്കാം. ഇങ്ങനെ ഹൈന്ദവ സമൂഹത്തിൽ ഹിന്ദു ധർമ്മബോധമുള്ള ഒത്തിരി ചെറുപ്പക്കാരും മുതിർന്നവരും ഇവിടെ ഉണ്ട്, ഇന്നുമുണ്ട്. അവരൊക്കെ പാടൊന്ന് സഹകരിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒത്തുപിടിച്ചാലോ എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ
പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പണം കൊടുക്കാൻ നല്ല 10 ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്താണ് ചെയ്യുന്നില്ല. നമ്മളുള്ള ഭൂമി വിറ്റ് ബാങ്കിലിട്ട് ഇരിക്കുകയാണ്. അവസാനം കക്കൂസ് കൂത്തണമെങ്കിൽ വേറെ സ്ഥലം കോടി കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ കഴിവുകളെ നമ്മൾ വിനിയോഗിക്കണം. ഇവിടെ തന്നെ മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്കിപ്പോഴും അഭിപ്രായമൊന്നുമില്ല, അദ്ദേഹം അഭിപ്രായം വേണ്ട എന്നിട്ട് പറയാന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് ആ കാര്യം പറഞ്ഞപ്പോ അവിടെ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് പറയുക, ശ്രീധരൻപിള്ള വന്നിട്ട് സപ്പോർട്ട് പറയുക, കമ്മ്യൂണിസ്റ്റിന്റെ മന്ത്രിമാര് മുഴുവൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുക. ചിത്രയാരൊക്കെ കണ്ട്, ചിത്രയാര് കണ്ടു, ആര് പറഞ്ഞു? ചിത്രയെ മാത്രമല്ല ഇത് പറയുന്ന ആരെങ്കിലും കാണും. ഇവരൊന്നും തന്നെ ഇത് കാണാനോ പറയാനോ നിൽക്കാനോ പോകുന്നില്ല. കാരണം ഹൈന്ദവന്റെ ഒരു പ്രശ്നം ഇവിടെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ, നമ്മൾ ജാത്യാന്തരങ്ങൾ മാത്രം ഏറ്റവും കൂടുതൽ ഹിന്ദുവിനെ ബാധിക്കുന്ന വിഷയമാണ്. ജാത്യാന്തരങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ള. ഇപ്പൊ തന്നെ വിനായകൻ എന്ന് പറയുന്ന സിനിമാ നടൻ നമ്മളുടെ പാലക്കാട് ഈ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പോയത് രാത്രി 11 മണിക്കാ പോകുന്നേ. രാത്രി 11 മണിക്ക് പോയിട്ട് ഞല്ലകള് 10 മണിക്ക് പോയാലും ശരി അവിടെ പോയിട്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിലൊക്കെയാണ് പറയാനും മര്യാദയില്ല. നമ്മൾ പറഞ്ഞ വിനായകൻ നല്ലൊരു ഒന്നാന്തരം പുലയനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുലയനായിക്കൊണ്ട് തന്നെ പറയണേ. പുലയനാണെങ്കിലും പറയനാണെങ്കിലും നമ്പൂരിയാണെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതിന് മര്യാദയുണ്ട്. ആ മര്യാദ എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ തന്നെ പല ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞാൽ ഷർട്ട് അഴിക്കണമെങ്കിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ മര്യാദ കാണിച്ചാൽ ഷർട്ട് അഴിക്കാട്ടന് ചണ്ടാളവാക്കി കയറുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്, നമുക്ക് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അഴിക്കേണ്ടടുത്ത് അഴിച്ച് കയറുകയും ചെയ്യാം. എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ നിലപാടില്ലാണ്ട് കയറി ചെല്ലുമ്പോൾ അതുകൂടെ വാർത്തയാണെന്നാണ് വിനായകനെ പുറത്തു നിർത്തി അയാൾ ദലിതനാവുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം വിഷയം വരുമ്പോഴാണ് രാമസിംഹൻജി ഒക്കെ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അതല്ല ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെയല്ലാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പരിവർത്തനങ്ങൾക്ക് എന്നും വിധേയമാണ്. ആചാര്യന്മാര് സന്യാസി സംഘം, തൃശ്ശൂർ നടന്ന സന്യാസി സംഘം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. വിവിധ സമ്പ്രദായങ്ങളിലെ ആചാര്യന്മാര് സന്യാസിമാര് പങ്കെടുത്തതിൽ നമ്മളും പോയിട്ടുണ്ട്. നമുക്ക് ജാതി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ ജാതിയായിട്ട് തന്നെ കാണുള്ളൂ. ആ കാണുന്നവരോടെ നമ്മൾ പറഞ്ഞത്. നമ്മളും പോയിരുന്നത് ഈ ഞങ്ങൾ ഒപ്പം ഇരുന്നതിൽ ഈ പറയുന്ന മൂപ്പിൽ സായി മഠത്തിലെ ശങ്കരാചാര്യരും ചണ്ടാള ബാബയും ചിദാനന്ദപുരികളും ഒക്കെ ശുഭാനന്ദ ഗുരുവിന്റെ ആശ്രമത്തിലെ ആളുകളും ഒക്കെ ഒന്നിച്ചായിരുന്നത്. ഒന്നിച്ച പൊന്മന മഠത്തിലെ നായന്മാരുടെ സ്വാമിമാരും ഈഴവന്റെ സ്വാമിമാരും ഒക്കെ ഒന്നിച്ചെന്നെ ഇരുന്നേ. ആർക്കും ഭേദബുദ്ധി ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ തന്നെ വസ്ത്രത്തിൽ ചെറിയ മാറ്റമുള്ള ആളാണ് ചണ്ടാള. വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ. ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്, ഒരുമിച്ചാണ് പിരിഞ്ഞത്. അപ്പോ എല്ലാ തരത്തിലും ആദരവായിരുന്നു. ചണ്ടാള ബാബ പുറത്തുപോയ സമയത്ത് കണ്ണൂർ ഒരു പരിപാടിക്ക് പോയപ്പോ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ വന്നത് ഈ പുഷ്പാഞ്ജലി സ്വാമിയ, ശങ്കരാചാര്യ സ്വാമിയിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് തിരുവനന്തപുരത്ത് സ്വാമിയാരുണ്ടായിരുന്നത്. സ്വാമിയാര് നമ്മൾ പുറത്തിരിക്കുമ്പോ പറഞ്ഞെന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ അടുത്ത ചടങ്ങ് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുന്ന ബാബയ്ക്കും ഒപ്പം നമ്മുടെ കൂടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോ നമ്മളെ ചണ്ടാളനാക്കി മാറ്റി നിർത്തൂ എന്നല്ല കേരളത്തിലെ ശങ്കരാചാര്യ പറയുന്നത്. അദ്ദേഹം എന്നെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നതോട് നമുക്കൊരു അഭിപ്രായമില്ല, വിളിക്കണം തന്നെ നമുക്കില്ല. കാരണം അങ്ങനെ കാണണ്ട. ചണ്ടാള എന്ന് പറഞ്ഞ സംതൃപ്തി പോലും അദ്ദേഹം ചണ്ടാള ബാബ ആദരണീയനാണ്. അദ്ദേഹം ഈ ബ്രാഹ്മണ്യമാർജിച്ച ആളാണ്, ബ്രാഹ്മണനാണ്, ജ്ഞാനിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുക. നമ്മൾ പറയുന്നില്ല നമുക്ക് വിവരമില്ലാത്തവനാണ്, നമ്മൾ പോരാത്തവനാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇരുത്തി ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞിട്ട് നമ്മളും ഈ സ്വാമിയും അവിടെ രാജകുടുംബത്തിലൊരു വ്യക്തി ഒന്നിച്ചിരുന്നിട്ടാണ് ഇവിടുത്തെ നമ്പൂരിമാരുണ്ടാക്കിയ ഭക്ഷണം അവര് വിളമ്പിത്തരുന്നത്. വിളമ്പി തന്നിട്ട് നമ്മുടെ ഇല എടുക്കുന്നത് പോലും ബ്രാഹ്മണ ജാതിയിൽ പിറന്നവരാ. ചിന്തിക്കണം. ഇതോ ഇല്ല ബ്രാഹ്മണൻ എന്തോ കാണിച്ചു എന്ന് പറയുമ്പോൾ ഈ ദലിതനായിരിക്കുന്ന ദലിതന്റെ സന്യാസിയോ ദലിതന്റെ ആചാരനോ എന്ന് ചിലരെങ്കിലും നമ്മളെ പറയുമ്പോൾ നമുക്ക് നമ്പൂരി ചോറ് വിളമ്പി നമ്മളുടെ ഉച്ചിഷ്ടം എടുത്തതും പറയപ്പെടണ്ടേ? പറയണം. ഇത് പ്രചരിപ്പിക്കേണ്ട വെച്ചാൽ അവിടെയാണ് പ്രചരിപ്പിക്കണം. ഇതൊരു മാധ്യമത്തിലൂടെ തന്നെ പ്രചരിപ്പിക്കണം. ഇത്തരത്തിൽ ആവിഷ്കാരങ്ങൾ ഉണ്ടായി വരണം. കേവലം കെട്ടുകഥകല്ല അനുഭവം. ഇത് കൂടാതെ ഇത് കഴിഞ്ഞ് ശങ്കരാചാര്യ സ്വാമി ഉണ്ടിട്ട് തന്നെയാണ്. ശങ്കരാചാര്യ സ്വാമി പിന്നെ അകത്തേക്ക് വിളിക്കുകയാണ്. നമ്മൾ പറഞ്ഞു അയ്യോ ഷർട്ട് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഷർട്ടൊന്നും അഴിക്കണ്ട, നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി അവിടെ നടക്കുന്ന നേത്രോന്മീലത്തിനൊപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹം കയ്യിൽ പൂവും തന്നിട്ട് അദ്ദേഹം ആ ചടങ്ങ് നടത്തി. അതിനുശേഷം നമ്മുടെ ഒരു പുസ്തകവും വാങ്ങി ഒരുമിച്ച് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഒരു തൊടലിനോ ഒരു പിടിക്കലിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ചണ്ടാള ബാബ പൂണൂലിട്ടിട്ടല്ലോ പോയത്. ചണ്ടാള ബാബ ഒരിക്കലും മറ്റൊരു ഇത് വേണ്ടല്ലോ, ദലിതന്റെയും ആദിവാസിയുടെയും പിന്നോക്കക്കാരന്റെ ആചരണങ്ങൾ വേണ്ടല്ലേ പോകുന്നത്. പക്ഷെ അത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിലെ ഈ മാറ്റങ്ങളും മറ്റൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തു പറയണ്ട, ഇത് അറിയണ്ട എന്നൊരു ഹിഡൻ അജണ്ട ഉണ്ടാകുമ്പോൾ അങ്ങനെ നടക്കുന്നു എന്ന് പറയേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. കാരണം ഈ അന്തരം ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ എന്നും കണ്ടതെങ്കിൽ അതിന് നടക്കുന്ന കാര്യമല്ല. ഒരു ബ്രാഹ്മണനെയും നിരന്തരം ആക്രമിക്കാൻ പാടില്ല. അതെങ്ങനെ നടക്കുന്നു എങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രാഹ്മണരല്ല പ്രശ്നം, അധികാരമാണ് പ്രശ്നം.
ഇപ്പോൾ തന്നെ ബസ് KSRTC ബസ് പോകുമ്പോ മേയർ മുന്നിലേക്ക് വന്ന് കാർ നിർത്തുമ്പോ അത് കേവല മനുസ്മൃതിയാണോ അതോ കമ്മ്യൂണിസ്റ്റ് മനുസ്മൃതിയാണോ എന്ന് പറയണ്ടേ? ഇവര് മനുസ്മൃതി ബ്രാഹ്മണൻ വരുമ്പോ ഹുയ്യോ ഹുയ്യോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന വേലനും വേട്ടുവനും നായരും മാറി നിൽക്കണം എന്ന് പറയുന്നവര് ഇവര് കടന്നു വരുമ്പോ KSRTC ബസ് സൈഡ് കൊടുക്കണം എന്ന് പറയുമ്പോ അതെന്താണ്? അവിടെ എന്ത് ബ്രാഹ്മണ്യം? അവിടെയുള്ള അധികാരമാണ്. അധികാരമുള്ളവർ എന്നും അവിടെ അധികാരം കാണിച്ചത്. പിണറായി വിജയനായ ചോൻ അധികാരത്തിൽ മന്ത്രിയായാലും ശരി, OBC-കാരൻ പ്രധാനമന്ത്രി ആയാലും ശരി, ഇനി ആദിവാസി വന്നിട്ട് ഈ പ്രസിഡന്റ് ആയാലും ശരി, അധികാരമുള്ളവൻ എന്നൊരു അധികാരത്തിന്റെ പ്രൗഢ ഒരു സ്പെഷ്യൽ പ്രിവിലേജും കൊടുക്കും. അത് എല്ലാ കാലത്തും ഉള്ളു. പക്ഷേ അത് ഹിന്ദു ധർമ്മത്തിനുണ്ട്, മറ്റുള്ളവർക്ക് ഇന്നും ജാതികൾ പരസ്പരം കാണുമ്പോൾ തല്ലിക്കൊന്നുകൊണ്ട് അവർ ആരാധനാലയത്തിന്റെ പേരിൽ പോലും ഫൈറ്റുകൾ നടക്കുമ്പോൾ, ആക്രമണം നടക്കുമ്പോൾ അതൊന്നും ഹിന്ദു ധർമ്മത്തിലില്ല. എന്നിരുന്നാലോ ഇന്നലകളെ ചൂണ്ടിക്കൊണ്ട് ഇന്നിന്റെ ഈ നിമിഷത്തിൽ പോലും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഹിന്ദുക്കൾ തിരിച്ചറിയണം. ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞ് മാധ്യമം, പ്രത്യേകിച്ച് സിനിമ എന്ന മാധ്യമം, വീണ്ടും പറയാണ് ഇവിടുത്തെ മക്കളോട്, ഹൈന്ദവ മക്കളോട്, രാമസിംഹൻജിയെ പോൽ ആളുകളുടെ ആ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുള്ള ഒരാളെ കൊണ്ട് ചാവന് മരണം എപ്പോഴും പിന്നാലെ നടക്കുകയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്, കാരണം മുസ്ലിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. അതിനെതിരെ എങ്ങനെ വാളെടുത്തവനോട് വാളുകൊണ്ട് യുദ്ധം ചെയ്യണം, കാലോടും ആനപ്പുറത്തിരിക്കുന്നവന് യുദ്ധം ചെയ്യണം. മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ സിനിമ കൊണ്ട് ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അതിനെതിരെ നമ്മൾ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ സമരങ്ങൾ നടത്തിയിട്ടോ ആക്ഷേപിച്ചിട്ടോ കാര്യമില്ല. അതേ മാധ്യമങ്ങൾ കൊണ്ട് തിരിച്ചടിക്കാൻ നമ്മൾ തയ്യാറാവണം. കേവലമായിരിക്കരുത്. നോർത്ത് ഇന്ത്യയിൽ സിനിമ ഇറങ്ങുന്നുണ്ട്, പക്ഷെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലും തന്നെ ഈ തരത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കുന്ന സിനിമയുണ്ട്. എന്നാൽ കഴമ്പില്ല എന്ന് പറയുന്നില്ല, കഴമ്പുള്ളത് തന്നെയാണ്. ജയ്ബീം പോലെയുള്ള കഴമ്പുകളൊക്കെ കഴമ്പുള്ളത് തന്നെയാണ്. എന്നിരുന്നാലോ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ കേരളത്തിൽ ഉണ്ടായി വരണം. അത് കഴമ്പുള്ള ദൃശ്യ സൗന്ദര്യം കൊണ്ടുള്ള അടിത്തറയുള്ള കാര്യങ്ങൾ ഉണ്ടായി വരട്ടെ. അത് ഹിന്ദുക്കൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ. വീണ്ടും പറയണേ, നമ്മുടെ മക്കളോട് പറയണേ, മമ്മൂട്ടി എന്ന നടനെയല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, മറിച്ച് അങ്ങനത്തെ അഭിപ്രായം നമ്മുടെ ഭാഗത്തുണ്ടാവണ്ട. നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മോഹൻലാൽ ആണെങ്കിലും ശരി, നമ്മൾ ഈ നിലപാടെടുക്കുക. അവരാണ് തുറന്നു പറയേണ്ട. ആ നടന്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് ചെവി ഓർക്കാം. അതല്ല എങ്കിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് തന്നെ നിയമപരമായിട്ട് അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. രാമസിംഹൻജി, നമ്മൾക്കറിയാം ഇപ്പോ ചണ്ടാള ബാബാജി പറഞ്ഞെടുത്ത് തന്നെ തുടരേണ്ട കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാജശേഖരജി നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടരേണ്ട കുറെ കാര്യങ്ങൾ അങ്ങിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ബാബാജി എന്തോ വിരല് വെക്കുന്നുണ്ട്. ബാബാജി അതോട് പറഞ്ഞോളൂ. ഒറ്റ നിമിഷം, ഒന്നുമില്ല രാമൻസിംഹജി സംസാരിക്കുന്ന മുമ്പേ, ഈ ടർബോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമ വന്നിട്ട് ഈ സിനിമയ്ക്ക് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത്. അതായത് ആ ഒരു ഏതൊരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു വിവാദം, ദശാവതാരം സിനിമ വന്നോടെ ഒരു വിവാദം വരുന്നത് ആ സിനിമയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നും കൂടുതൽ സമ്പാദിക്കാൻ നടത്തുക. അപ്പൊ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നോ ഈ രീതി? കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഹിന്ദു ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മമ്മൂട്ടി എന്ന നടന് നേരിടുള്ള മതത്തിന്റെ ആക്രമണമാണെന്നും തെറ്റിദ്ധരിപ്പിച്ചുള്ള കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് അതിനെ മറ്റു രീതിയിലേക്ക് തിരിച്ചുകൊണ്ട് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നോ എന്നുകൂടി നമുക്കൊരു സംശയമുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചു നിർത്തുന്നു. രാമസിംഹൻജി, എങ്ങനെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അതുപോലെ നമ്മൾക്ക് ഇത് പറയുന്നത് ഇന്ത്യൻ സിനിമയില് ഇപ്പൊ ബോംബെ സിനിമയെ നിയന്ത്രിച്ചത് ഡി കമ്പനിയാണ്. ദാവൂദ് ഇബ്രാഹിം മുതല് ആ ബോംബെ ഇൻഡസ്ട്രിയെ മുഴുവൻ നിയന്ത്രിച്ചു, ഇന്നും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതേ ഡി കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഇൻക്ലൂഡിങ് തെലുങ്കിൽ പോലും ഈ പറയുന്ന ഹിന്ദു വിരുദ്ധ സിനിമകൾ ഉണ്ടാവുന്നത്. നമ്മൾ ചിന്തിക്കണം. ഈ ഹിന്ദു വിരുദ്ധ സിനിമയെ നമുക്ക് എതിർക്കാൻ ഹിന്ദു അനുകൂല, സ്വാമിജി പറഞ്ഞാൽ ബാബാജി പറഞ്ഞാൽ ഹിന്ദു അനുകൂല സിനിമ ഉണ്ടാവണം. അവർക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമുക്കും അറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ മമ്മൂട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയാ ഓടി വന്നത്? BJP-യുടെ മുതിർന്ന നേതാക്കൾ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാമസിംഹൻ ഒരു കളവും പറഞ്ഞിട്ടില്ല. 1921 യഥാർത്ഥ തുവൂർ കിണറും ആ നല്ല മുസ്ലിങ്ങളായിട്ട് കാണിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത സിനിമ സെൻസർ ബോർഡിൽ ഇങ്ങനെ കഷ്ണം വെട്ടുന്നമാതിരി വെട്ടി ഉദ്രിച്ചപ്പോൾ ഈ BJP-ക്കാർ എവിടെയായിരുന്നു? ഈ ശ്രീധരൻപിള്ള എവിടെയായിരുന്നു? ഇവിടുത്തെ മന്ത്രി ഉണ്ടായിരുന്നില്ലേ? തലമുത്ര മന്ത്രി എവിടെയായിരുന്നു? കെ സുരേന്ദ്രൻ എവിടെയായിരുന്നു? ഒന്ന് വിളിച്ചിട്ട് രാമസിംഹൻ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത്? ഞങ്ങളുടെ
സെൻസർ ബോർഡല്ലേ. ഇപ്പോൾ വേറെ ആരും കൂടെ അയക്കണം. ഈ മമ്മൂട്ടിയുടെ ഈ ഹിന്ദു വിരുദ്ധ സിനിമയും സെൻസർ ചെയ്ത് വിട്ടത് BJP-ക്കാരാണ്. ഞാൻ പരിപൂർണ ഉറപ്പിൽ പറയും, ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ സെൻസർ ബോർഡിലെ മുഴുവൻ മെമ്പർമാരും BJP-ക്കാരാണ്. അപ്പൊ ഈ മമ്മൂട്ടിയെ വളർത്തുന്നത് BJP-ക്കാരല്ലേ? എന്തിനാ അവര് ഈ ഹിന്ദു വിരുദ്ധ സിനിമ ഉണ്ടായിട്ട് ഒന്നും തടയിടാത്തത്, സെൻസർ ചെയ്യണമെന്ന് പറയാത്തത്, സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയാത്തത് എന്താ? രാമസിംഹന് വേറൊരു മര്യാദയും മമ്മൂട്ടിക്ക് വേറൊരു മര്യാദയല്ലേ? തടവി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാര്. അത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ സിനിമ ഇറങ്ങാൻ സമ്മതിക്കാത്തത് BJP-ക്കാരെന്താ നിങ്ങൾ വിശ്വസിക്കുവോ? എന്റെ സിനിമ തൃശ്ശൂർ കളിച്ചിട്ടില്ല. ഗിരിജ തിയേറ്ററിൽ 8 പ്രാവശ്യം ഞാൻ വിളിച്ചു ആ മാഡത്തിനെ, ഒരു 2 ദിവസം കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഈ സുരേഷ് ഗോപി എല്ലാം കൂടി വന്നിട്ട് ഗിരിജ തിയേറ്ററിൽ താങ്ങിയത് ഓർമ്മണ്ടോ? ഇവിടെ ഹിന്ദുവിന്റെ പക്ഷത്ത് ഒരു സാധനം വരാൻ പാടില്ല. രാമസിംഹൻ നിലനിൽക്കാൻ പാടില്ല. ഹിന്ദുപക്ഷം പറയുന്നവർ നിലനിൽക്കാൻ പാടില്ല. അവരെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കും ഈ സമൂഹം. ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്ന സമൂഹം ഹിന്ദുവിന്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവരുടെ നിന്ന് മാറി നിൽക്കുന്നത് എന്നെ പോലുള്ള ആൾക്കാർ. അവര്, ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന എന്താണ് ഭീകരവാദികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാത്ത ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ടാണ് കോംപ്രമൈസ്. മഹാനടൻ, എനിക്ക് അയാളെ വ്യക്തിപരമായി അറിയാം. എന്റെ രാമസിംഹനെ വ്യക്തിപരമായിട്ട് ഇവർക്കൊന്നും അറിയില്ലായിരുന്നോ? ഞാൻ ഇവിടെ കിടന്ന് ബോംബെ കൊടുത്ത് ഇതൊക്കെ മോദിജി ഭരിക്കുമ്പോഴാണ് ഈ പറയുന്ന സംഘി ഭരിക്കുന്നിടത്താണ് നമ്മളിതൊക്കെ അനുഭവിച്ചത്. ഒന്നറിയാമോ, എന്റെ സിനിമയ്ക്ക് ഹിന്ദി പേര്, ഒരു ഹിന്ദി പേര് വേണമല്ലോ. ഞാൻ ഈ ഹിന്ദി പണി കഴിഞ്ഞ് സെൻസർ ചെയ്യാൻ പോകുമ്പോ 1921 മുതല് മലബാർ എന്നുള്ള പേരോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. 100 കണക്കിന് പേര് ഞാൻ ഇട്ട് കൊടുത്തു. ഒക്കെ ബ്ലോക്കഡാ, ബുക്ക് ചെയ്തിരിക്കുന്നു. മലബാർ സ്റ്റോറി ഇല്ല, മലബാർ കലാപം ഇല്ല. എന്തിന് ഈ നദീസേ നദി തക്ക് ഇല്ല. ഞാൻ നദി മുതൽ നദി വരെ തന്നെ. അങ്ങനെ അത്രയും സമർത്ഥമായിട്ട് ഇത് ഹിന്ദിയിൽ പോലും ഈ പേരിൽ റിലീസ് ചെയ്യരുത് എന്ന് നിലപാടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന മാതിരി ചെറിയ പുള്ളികളൊന്നുമല്ല ഇന്ത്യയിൽ ഈ കലാരംഗത്തെ കീഴടക്കി വെച്ചിരിക്കുന്നത്. ഹിന്ദുവിന്റെ കയ്യിൽ കാശില്ല എന്ന് മാത്രമല്ല, ഹിന്ദുവിന്റെ കയ്യിൽ ബലവും ഇല്ല. ആരാ ഉള്ളത്? ഈ ബാബാജി ഉണ്ട്. ഒന്നുമില്ലാത്ത ചിദാനന്ദപുര സ്വാമിജികളുണ്ട്. അവരൊക്കെയാണ് ആകെ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സിനിമ കാണരുതെന്ന് സ്റ്റേറ്റിൽ നിന്ന് ജില്ലയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 1921 കാണരുതെന്ന് ജില്ലാ കമ്മിറ്റിക്ക് വിവരം കൊടുത്ത വിവരം എനിക്കറിയാം. തിയേറ്റർ കൊടുക്കരുതെന്ന് ജില്ലാ മണ്ഡല സെക്രട്ടറി പറഞ്ഞ കാര്യം എനിക്കറിയാം. ഞാനതൊന്നും പുറത്തു പറഞ്ഞില്ലാതെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പറയേണ്ടി വന്നിരിക്കുക. ഇങ്ങനെ നമ്മള് ഒരു ഭാഗത്തുനിന്ന് ഇതിനെ ചെറുക്കുമ്പോ നമ്മുടെ ചെറുവിരൽ കൊണ്ടുപോലും സഹായിക്കാൻ ആളില്ല. നമ്മൾ ഒറ്റപ്പെടുകയാണ്. ഇതിന്റെ കണക്ക് അതായത് ഈ സിനിമ എങ്ങനെയാണ് പിടിച്ചതെന്ന്, എന്താണ് അവസ്ഥയെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് ഇവിടുത്തെ BJP നേതാക്കന്മാര്. അവരാണ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവിടുത്തെ മണ്ഡല സെക്രട്ടറിമാര് പറയുന്നു രാമസിംഹൻ പണം കട്ടിട്ടുണ്ടെന്ന്. രാമസിംഹന്റെ വീട് വെച്ചത് ഈ പണം കൊണ്ടെന്നാണ് BJP-ക്കാരാണ് പറയുന്നത്. ഞാൻ അന്ന് സുരേന്ദ്രനെ വെല്ലുവിളിച്ചു, സുരേന്ദ്ര ഒന്ന് വാ, എന്റെ കണക്ക് നോക്കാൻ വാ. ആരും വന്നില്ല. പക്ഷെ ഇന്നും ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഈ കോഴിക്കോടത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് കൃത്യമായിട്ട് അറിയാം. രാമസിംഹൻ മാത്രല്ല സർ, കോയ കൂടിയാണ്. കോയ വിളിച്ചത് ആരാണ്? കോയ വിളിച്ചത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാ. എന്റെ ഈ പറയുന്ന ഹിന്ദുവിനെ സ്നേഹിക്കുന്നവർക്ക്
ഹിന്ദു പറഞ്ഞ് നടക്കുന്നവർക്ക് രാമസിംഹന് വേണ്ടി ആരെങ്കിലും ഒരക്ഷരം വേണ്ടിയോ? സർ കേൾക്കുന്നുണ്ട്, തുടർന്നോളും. കോള് വന്നതാണെന്ന് കരുതുന്നു. ഒരു അക്ഷരം വേണ്ടിയില്ല എന്റെ അടുത്ത്. അപ്പൊ ഒരു രീതിയിലും സഹായിച്ചിട്ടില്ല. പക്ഷെ മമ്മൂട്ടിക്കൊരു പ്രശ്നം വന്നപ്പോ എല്ലാവരും സഹായിക്കുന്നു. അവിടെയാണ് പ്രശ്നം. നമ്മളിത് ഈ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. നമ്മള് എനിക്ക് എക്കോ വന്നേ രണ്ട് അങ്ങയുടെ ക്യാമറ ഡബിളായി. ഇപ്പൊ കേൾക്കാമോ? ക്യാമറ ഓഫ് ആണ് തോന്നുന്നു. എക്കോ ഞാനിവിടെ ശരിയായിക്കോളാം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ കൂടെ ഒരാളും തന്നെ ഇല്ല ഹിന്ദുവിന് വേണ്ടി ഈ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനോ ആരാണുള്ളത്? നമ്മൾ ഈ ഇത്രയും നിന്ന് ചർച്ച നടന്നു. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു? നമ്മളെപ്പോലെ കുറച്ചു പേരല്ലാതെ ചോദിക്കേണ്ടവർ ചോദിക്കേണ്ടവർ മുഴുവൻ മമ്മൂട്ടിയുടെ ഭാഗത്താണ്. നമ്മൾ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞില്ല. മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞത് മുസൽമാനാണ്. അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ, ആ മുസൽമാൻ പറയുമ്പോൾ അതിന് ന്യായമുണ്ട്. നമ്മുടെ ആൾക്കാരെന്താ ചെയ്തത്? ഈ പറയുന്ന ഹിന്ദു വിരോധം, ഹിന്ദുവിനെ ആശയപരമായി ഹിന്ദുവിനെ കൊല്ലാൻ നടക്കുന്ന അവരുടെ കൂടെ ഉമ്മിയടിക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തില് ഹിന്ദുവിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പക്ഷം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമായി. ഹിന്ദു ഇന്ന് ഒറ്റയ്ക്ക. ഹിന്ദുവിനെ എങ്ങനെ കഷ്ടമായി ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുമോ അതിന് കുടപിടിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാര്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു സഹായം ഹിന്ദുവിന് കിട്ടില്ല. കാരണം ഇപ്പോഴും അവിടെ ഈ ഒത്തുകളി തന്നെയാണ്. ആ ഒത്തുകളി രാഷ്ട്രീയം മാറില്ല. കാരണം പണം ഉള്ളിടത്തെ രാഷ്ട്രീയക്കാർ നിൽക്കുള്ളൂ. ഇന്ന് മലബാറിലെ മുതലാളിമാരാണ് ഈ പറയുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്. ഹിന്ദു മുതലാളിമാരില്ലല്ലോ ശമ്പളം കൊടുക്കാൻ. അപ്പം ഈ പറയുന്ന മുതലാളിമാരുണ്ടാകുമ്പോൾ ആ മുതലാളിമാരുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കുന്ന അവർ നമ്മളെ ഇനി എന്ത് ചെയ്താലും ശരി, ഹിന്ദുവിനെ കഷ്ടമായി മുറിച്ചാലും ശരി, ഞങ്ങൾക്ക് പണം മതി, ഞങ്ങൾ ഓച്ചാരിച്ച് നിൽക്കുകൊള്ളാം എന്ന് പറയുന്ന ഈ പറയുന്ന ഹൈന്ദവ സംഘി എന്ന് പറയുന്ന ആളുകൾ വരെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഒന്ന് അന്വേഷിക്കണം. അതല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പറയണം എന്നുപോലുമല്ല പറഞ്ഞത്. 100% ഞങ്ങൾ ഹഗ് ചെയ്യുന്നു മമ്മൂട്ടി എന്നാ പറഞ്ഞത്. നമുക്കൊക്കെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നെങ്കിൽ എവിടേക്ക് എത്താമായിരുന്നു? നമ്മൾ ഈ ധർമ്മം എന്നും പറഞ്ഞ് 10-25 കൊല്ലമായിട്ട് ഈ കംപ്ലീറ്റ് സുഡാപ്പികളുടെ ചീത്ത വിളി കേട്ട്, തള്ളക്ക് വിളി കേട്ട്, തന്തയ്ക്ക് വിളി കേട്ട്, സകല തെറിയും കേട്ടിട്ട് അന്നത്തിന് ബുദ്ധിമുട്ടി നടക്കുന്നു. നമ്മൾ ഒന്ന് ആലോചിച്ചു നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഏത് നിമിഷവും കൊല്ലപ്പെടാം നമ്മളൊക്കെ. നിങ്ങൾക്ക് എടുത്ത കേസിന്റെ പോലെ എത്ര കേസ് എനിക്കെതിരെ വന്നു. അതാണ് അവസ്ഥ. നമുക്ക് സത്യം പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ലാത്തൊരു അവസ്ഥയുണ്ട്. പിന്നെയും നമ്മൾ ഈ പറയുന്ന പൊതുമാധ്യമങ്ങളെ, സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയുള്ളപ്പം പൊരുതുക. നമ്മൾ പറയുന്നു നായര് വേണം, നമ്പൂരി വേണം, പറയൻ വേണം, ഒരയൻ വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കളമെഴുത്തും പാട്ടും നാഗപാട്ടും ഈ പറയുന്ന വീണയും നാഗരാജാവിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വയനാട്ടിൽ പോയിട്ട് കുറുമരുടെ സംസ്കാരം അറിയാൻ പറ്റുള്ളൂ, പണിയരുടെ സംസ്കാരം അറിയാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഭാരതം ഉണ്ടാവുന്നത്. കർണാടക ഇല്ലെങ്കിൽ ഭാരതം ഇല്ല. എല്ലാം കൂടി നിൽക്കുമ്പോഴാണ് ഭാരതം ഉണ്ടാവുന്നത്. ആ സംസ്കാരത്തിനെതിരെ ആരുടെ കയ്യിൽ നീട്ടിയാലും പേരിൽ നീട്ടിയാലും നമ്മൾ വെട്ടും.
അവസാന ശ്വാസം വരെ പൊരുതി ചെയ്യും. അതിനാണല്ലോ നമ്മൾ നിൽക്കുന്നത്. 153 ഏത് വകുപ്പിട്ട് അകത്ത് കൊണ്ടുപോകാൻ ശരി, അവസാന ശ്വാസം വരെ ഹിന്ദു എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളിയേക്കും. നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മളെ നായരെന്ന് വിളിക്കണ്ട, നമ്പൂരിയെന്ന് വിളിക്കണ്ട. ഞാനിങ്ങനെ വന്ന ആളാണത്. അപ്പൊ എനിക്ക് നായരുമില്ല, നമ്പൂരിയുമില്ല, പുരേരുമില്ല, പറയുന്നില്ല. എന്നെ ഹിന്ദുവേ എന്ന് വിളിച്ചാൽ എന്തോ ഞാൻ വിളിയേക്കും. അതിനു വേണ്ടി നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അതിന് മമ്മൂട്ടിയല്ല, മുമ്പത്തെ ആളാണ് ശരി. തെറ്റ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് ശരിയല്ല. ഒരു പൊതുസമൂഹമാണ്. ഭാരതം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട്, ശ്രേഷ്ഠമായിട്ടുള്ള ചില അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനോടുള്ള മര്യാദ കാണിക്കണം മമ്മൂട്ടി, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഞാൻ ഇവരുടെ നാവായിട്ട് മാറിക്കൊള്ളാമെന്ന് പറയണം. അത് പറയാനുള്ള മര്യാദ കാണിക്കണം, സത്യം പറയാനുള്ള മര്യാദ കാണിക്കണം. അത് കാണിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടാണ് മിണ്ടിയില്ല. അപ്പൊ അതിനർത്ഥം എന്റെ തലയിൽ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്രേ പറയാറുണ്ട്. യെസ്, രാഷ്ട്രമാണ് വലുത്, രാജ്യമാണ് വലുത്, ആ രാജ്യത്തിന്റെ സംസ്കാരമാണ് വലുത്. ആ സംസ്കാരത്തിനെതിരെ ഏത് മഹാനടന്റെ മൂടുപണം അണിഞ്ഞുകൊണ്ടും ഈ രാജ്യത്തിന്റെ സകലമാന ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടും മഹാപുരസ്കാരങ്ങൾ പറ്റിക്കൊണ്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് യുദ്ധത്തിനിറങ്ങി കഴിഞ്ഞാൽ ആ യുദ്ധത്തിനിറങ്ങുന്ന ആ ഒരു വ്യക്തിയെ അത് എത്ര മഹാനടനാണെങ്കിലും പച്ചയുടെ ആ മുഖം മൂടി അണിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും, അത് ഇസ്ലാമിക ഭീകരതയുടെ മുഖം മൂടിയാണെങ്കിലും, അത് സുഡാപ്പിയാണ്, ജിഹാദിയാണ്, ഇസ്ലാമിക ഭീകരവാദിയാണെന്ന് ഉറക്കെ പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ 153A ഇനി A to Z വരെയുള്ള വകുപ്പുകൾ, ഉപവകുപ്പുകൾ ചേർത്തുകൊണ്ട് ജാമ്യമില്ലാതെ എത്ര വേണമെങ്കിലും ഞങ്ങൾക്കെതിരെ കേസെടുക്കാം, ഞങ്ങളെ തുറങ്കിലടക്കാം. പക്ഷെ ഞങ്ങളുടെ ശബ്ദത്തെ ഇത്ര കണ്ട് ഭയപ്പെടുന്ന നിങ്ങളോട് വീണ്ടും വീണ്ടും ഉറക്കെ ശബ്ദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഓശാരം പാടാൻ വേണ്ടി നിങ്ങളുടെ നക്കാപ്പിച്ച നക്കിക്കൊണ്ട് രാധമാർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ രാധമാർക്കുള്ള വഴി കൃത്യമായിട്ടും ഈ നടുവിരൽ നമസ്കാരം തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടും ഹിന്ദുത്വ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആചാര്യ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ചണ്ടാള ബാബാജി ആയാലും രാമസിംഹൻജി, വ്യത്യസ്ത രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക എല്ലാ മേഖലകളിലും ഊന്നിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കലാജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല രാജശേഖരൻജി അദ്ദേഹത്തിന്റെ VHP ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കുറഞ്ഞ മിതമായ സമയത്ത് നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ പാസ് ചെയ്തു എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ നമ്മുടെ വിശിഷ്ട അതിഥികളുടെ അനുവാദത്തോടു കൂടി നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഏതായാലും വീണ്ടും സന്ധ്യയ്ക്ക് പറയും നന്ദി, ജയ് ശ്രീറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിട്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ്